ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം ഉന്നതരിലേക്ക്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ ചെയർമാൻ എൻ വാസുവിനെ ചോദ്യം ചെയ്തു. കേസിലെ പ്രതി എസ് ജയശ്രീ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യം തേടി. കട്ടിളപ്പടി കവർച്ച ചെയ്ത കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പോറ്റിയെ SIT കസ്റ്റഡിയിൽ വിട്ടിട്ടുമുണ്ട്. അതിനിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ കാലാവധി നീട്ടാൻ ഒരുങ്ങുകയാണ് സർക്കാർ. ഈ വിഷയം ഇന്ന് ചർച്ച ചെയ്യുന്നു. ഡോക്ടർ PK ഗോപൻ CPM, ശ്രീ RB ബാബു ഹിന്ദു ഐക്യവേദി, ശ്രീ സന്ദീപ് വാര്യർ കോൺഗ്രസ് എന്നിവർ. ആദ്യം ശ്രീ PK ഗോപൻ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ നയിച്ചവരുടെ വീട്ടുപടിക്കൽ എത്തി നിൽക്കുകയാണ് അന്വേഷണം. അവരുടെ വാതിലിൽ മുട്ടി വിളിക്കുകയാണ് അന്വേഷണ സംഘം. ഇനി ഇത് ഉദ്യോഗസ്ഥരുടെ തലയിലിട്ട് ഉദ്യോഗസ്ഥര് മാത്രം കാണിച്ച കുഴപ്പം എന്ന് പറഞ്ഞു നിൽക്കാനാകുമോ? ശ്രീ അഭിലാഷ്, വ്യക്തമായില്ല ചോദ്യം. ഇപ്പോൾ ഇന്ന് മുൻ ദേവസ്വം കമ്മീഷണറും പ്രസിഡന്റുമായിരുന്ന വാസുവിനെ SIT ചോദ്യം ചെയ്തതോടെ ദേവസ്വം ബോർഡ് ഭരണാധികാരികളായിരുന്നവരുടെ വീട്ടുപടിക്കൽ എത്തി നിൽക്കുകയാണ് അന്വേഷണം. ഇനി ഉദ്യോഗസ്ഥരുടെ തലയിലിട്ട് ദേവസ്വം ബോർഡിനെ നയിച്ച ആളുകൾക്ക് അവരുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഇല്ല, ഉദ്യോഗസ്ഥരാണ് ഇതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് എന്നുള്ളത് വസ്തുതയാണ്. കാരണം ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് ഒരു നയപരമായ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിനും നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനുമാണ് ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡിന് അധികാരമുള്ളത്. എന്നാൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് സ്വാഭാവികമായും മറ്റ് പല മേഖലകളിലും ഇല്ലാത്തതുപോലുള്ള ഒരു ഉദ്യോഗസ്ഥ നെറ്റ്വർക്ക് ശബരിമലയിലുണ്ട്. ശബരിമലയിൽ മാത്രമല്ല, ദേവസ്വം ബോർഡിലുണ്ട്. ശബരിമലയെന്ന് പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യമില്ല, ദേവസ്വം ബോർഡിലുണ്ട്. അപ്പോൾ വലിയ ഉത്തരവാദിത്വമാണ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്കുള്ളത്. എന്നാൽ ഏതെങ്കിലും വിധത്തിൽ SITയുടെ അന്വേഷണം വളരെ തൃപ്തികരമാണെന്നുള്ളത് എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. അത് കേരളത്തിൽ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെയും അതിലൊക്കെ ഉപരിയായി അതിനെ നിയന്ത്രിക്കുന്ന ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും ഇക്കാര്യത്തിൽ സംതൃപ്തരായിട്ട് തന്നെ നിൽക്കുകയാണ്. അപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണം ദേവസ്വം ബോർഡ് മെമ്പേഴ്സിലോ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിട്ടിരുന്നവരിലോ എത്തുന്നുവെങ്കിൽ അത് കൃത്യമായി മനസ്സിലാക്കി ദേവസ്വം ബോർഡിന് ഉത്തരവാദിത്തമുണ്ടെങ്കിൽ അതിലേക്ക് ചെല്ലട്ടെ. നമുക്ക് യാതൊരു തടസ്സവുമില്ല. കാരണം തുടക്കം മുതൽ തന്നെ പറയുന്ന കാര്യമാണത്. ഇപ്പോൾ ശ്രീ എൻ വാസുവിനെ ചോദ്യം ചെയ്ത് അദ്ദേഹത്തെ വിട്ടയച്ചു. വേണ്ടത്ര തെളിവ് SITക്ക് ലഭിക്കാത്തത് കൊണ്ടാണ് അറസ്റ്റ് രേഖപ്പെടുത്താത്തത്. അതിന് ശ്രീ വാസുവിൻ്റെ ഭാഗത്ത് ന്യായം കൊണ്ടതുകൊണ്ടാണോ അതോ തെളിവിൻ്റെ അഭാവം കൊണ്ടാണോ എന്നുള്ളത് SIT പരിശോധിക്കട്ടെ. അങ്ങനെ തെളിവിൻ്റെ അഭാവം കൊണ്ടാണ്, തെളിവ് കരസ്ഥമാക്കിയിട്ട് ശ്രീ വാസുവിലേക്ക് അത് എത്തുന്നുവെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പിന്നെ SITയുടെ അന്വേഷണത്തിൽ തൃപ്തിയുള്ളത് കൊണ്ട് തന്നെ അത് കൃത്യമായി കണ്ടുപിടിക്കാനും നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാനും അവർക്ക് കഴിയും. തുടക്കം മുതൽ തന്നെ നമ്മൾ ഇക്കാര്യത്തിൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയാൻ നമ്മൾ ഇനിയും സമയമെടുക്കും. 6 ആഴ്ച കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ കോടതി SITക്ക്. SITയുടെ അന്വേഷണ കാലാവധി ഇനിയുമുണ്ട്. ഇവിടെ ഇപ്പോൾ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ അറസ്റ്റിലായപ്പോൾ അദ്ദേഹം SITക്ക് കൊടുത്ത മൊഴി അനുസരിച്ച് എല്ലാം മുകളിൽ നിന്ന് നിർദ്ദേശിച്ചതനുസരിച്ചാണ് ചെയ്തത്. ഈ ഉദ്യോഗസ്ഥനാണ് സ്വർണം എന്നുള്ളത് ചെമ്പ് എന്ന് എഴുതിയത്. യഥാർത്ഥത്തിൽ സ്വർണം പൂശിയത് എന്ന് എഴുതേണ്ടിയിരുന്നിടത്ത് ചെമ്പ് എന്ന് എഴുതിയതും തിരുവാഭരണം കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ വേണം എന്നുള്ള കാര്യം ഉറപ്പുവരുത്താത്തതും ഒക്കെ ഈ ഉദ്യോഗസ്ഥനായിരുന്നു. ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് എല്ലാം മുകളിൽ നിന്ന് നിർദ്ദേശിച്ചതനുസരിച്ച് ഞാൻ മുകളിലേക്ക് അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാണ്. അപ്പൊ പിന്നെ മുകളിലുള്ളവർ കുടുങ്ങുക എന്നുള്ളത് സ്വാഭാവികമായി നടക്കേണ്ട ഒരു കാര്യമാണല്ലോ. ശ്രീ അഭിലാഷ്, അങ്ങനല്ലല്ലോ അതിനെ കാണേണ്ടത്. പിടിക്കപ്പെടുന്ന ഒരാൾ പറയുന്ന കമൻസ് മാത്രമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ആയാലും സുധീഷ് ആയാലും ബൈജു ആയാലും ഇപ്പോൾ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി പരക്കം പായുന്ന ജയശ്രീ ആയാലും ഇതൊക്കെ ഈ റെയിൽവേ ഡിപ്പാർട്ട്മെൻറ്റ് പോലെ ആണല്ലോ ഒരു പരിധി വരെ ദേവസ്വം ബോർഡ്. കാരണം ഉദ്യോഗസ്ഥർക്ക് വലിയ അധികാരമുണ്ടല്ലോ. അപ്പോൾ അത് മുകളിലുള്ളവർ അവരുടെ അടുക്കൽ കൊടുക്കുന്ന റിപ്പോർട്ട് എന്താ? മുകളിലുള്ളവർക്ക് ഇവർ കൊടുത്തിട്ടുള്ള റിപ്പോർട്ടിൻ്റെ കൂടെ അടിസ്ഥാനത്തിലല്ലേ അവർ നിർദ്ദേശം കൊടുക്കുന്നത്. അപ്പോൾ ഉദ്യോഗസ്ഥർ മുകളിലോട്ട് ഓരോന്നിനെക്കുറിച്ചും അവിടുത്തെ സ്ഥാവര ജംഗമ വസ്തുക്കളെക്കുറിച്ച് അവർ കൊടുത്തുള്ള റിപ്പോർട്ടില്ലേ? ദേവസ്വം ബോർഡ് ശബരിമലയെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമല്ലല്ലോ. ദേവസ്വം ബോർഡ് തിരുവനന്തപുരത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംവിധാനമാണ്. ശബരിമല അതിൻ്റെ ഒരു മുഖ്യമായ കേന്ദ്രമാണ്, അത്രയാണുള്ളത്. പക്ഷേ 1000-ലധികം ക്ഷേത്രങ്ങൾ വേറെയുണ്ട്. അപ്പോൾ ശബരിമലയല്ല ദേവസ്വം ബോർഡിൻ്റെ ഓഫീസ്. എന്നാൽ നയപരമായ തീരുമാനം എടുത്തു കൊടുക്കുന്നതിന് ഇവരുടെ റിപ്പോർട്ട് ബാധകമാണല്ലോ. നമുക്ക് ഇതിനകത്ത് ആരെയും സംരക്ഷിക്കുകയോ
വെള്ളം പൂശിയോ ചെയ്യേണ്ടതില്ലാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ കൃത്യമായിട്ട് പറയുന്നത്. അപ്പോൾ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർക്കല്ല, അതിൻ്റെ മുകളിലുള്ളവർക്ക് അവർ അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ ബോധപൂർവമോ അല്ലാതെയോ രണ്ട് തരത്തിൽ സംഭവിക്കാം. ബോധപൂർവം വേണേൽ ചെയ്യാം, അതല്ലെങ്കിൽ ഉത്തരവാദിത്വം വേണ്ടത്ര കാണിക്കാതെ ശ്രദ്ധിക്കാതിരുന്നതിൻ്റെ പേരിൽ സംഭവിക്കാം. നമ്മൾക്കൊക്കെ അത് ബോധ്യപ്പെടുമല്ലോ, നമ്മളൊക്കെ അത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നവരാണല്ലോ. അതുകൊണ്ട് ഞങ്ങൾ എന്തുകൊണ്ട് അതിൽ തുറന്ന സമീപനം എടുക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ശബരിമലയിൽ ഇന്നലെ വരെ നടന്ന സംഭവങ്ങളെ സംബന്ധിച്ച് അന്വേഷിച്ച് കേസെടുക്കണമെന്നും നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണമെന്നും അയ്യപ്പൻ്റെ സ്വർണം തിരിച്ചു കൊണ്ടുവരണമെന്നും ഞങ്ങൾ ശക്തമായി വാദിക്കുന്നതോടൊപ്പം തന്നെ തുടർന്ന് ശബരിമലയിൽ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലും സ്വീകരിക്കുകയാണ്. അതിനാവശ്യമായ എല്ലാ ജാഗ്രതയും കാണിക്കുക. അതിലേക്ക് ഞാൻ വരാം. ഇതിൽ ഓപ്പൺനെസ് ആണ്, തുറന്ന സമീപനമാണ്. നമ്മുടെ കയ്യിൽ ഇപ്പൊ വാസുവിനെ കുറ്റപ്പെടുത്താനോ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ കുറ്റപ്പെടുത്താനോ ഉള്ള തെളിവ് നമ്മുടെ കയ്യിൽ എത്തിയിട്ടില്ല. എത്തുമ്പോൾ നമുക്ക് ശക്തമായിട്ട് അതിന് നിലപാട് എത്തുമോ എന്നുള്ളതാണ് ചോദ്യം. ശ്രീ ആർ വി ബാബു, താങ്കൾക്ക് ഓർമ്മയുണ്ടാകും, ഇതേ ഫോറത്തിൽ താങ്കൾ കൂടി പങ്കെടുക്കുമ്പോൾ എൻ വാസു സംസാരിക്കാനായി എത്തിയിരുന്നു. അദ്ദേഹവും ഞാനും താങ്കളും ഒക്കെ ചർച്ച ചെയ്തതാണ്. അന്ന് എൻ്റെ ഇന്റൻഷൻസ് പൂർണ്ണമായും ശുദ്ധമായിരുന്നു എന്ന് അദ്ദേഹം വാദിച്ചു. എന്ന് മാത്രമല്ല, ഈ സ്വർണം അവിടെ നിന്ന് കൊണ്ടുപോയ സമയത്ത് ഞാൻ ചുമതലയിൽ ഉണ്ടായിരുന്നില്ല, അത് തിരികെ എത്തിച്ചപ്പോഴും ചുമതലയിൽ ഉണ്ടായിരുന്നില്ല. പിന്നീട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എൻ്റെ കയ്യിൽ കുറച്ച് ബാക്കി സ്വർണം ഉണ്ട് എന്ന് പറഞ്ഞ് മെയിൽ അയക്കുന്ന സമയത്താണ് ഞാൻ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയത്. ഈ ചെറിയ കാലയളവിനുള്ളിൽ ഞാൻ ഇല്ലാത്ത സമയത്താണ് ഈ കാര്യങ്ങളൊക്കെ നടന്നതെന്നായിരുന്നു അദ്ദേഹം വാദിച്ചിരുന്നത്. അപ്പോൾ അത് SITക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവുമോ? ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ എന്നിപ്പോൾ നമ്മുടെ ഗോപൻ ചോദിക്കുന്നു. അതിനകത്തെ അഭിലാഷേ, ശ്രീ ഗോപൻ പറയുമ്പോഴുണ്ടാകുന്ന ആ കോൺട്രഡിക്ഷൻ മനസ്സിലായോ? അതായത് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ സ്വാധീനം ചെലുത്തി നടത്തിയ നടപടിക്രമങ്ങൾ നടക്കുമ്പോൾ വാസു ആരാണ് അവിടെ? വാസു ദേവസ്വം കമ്മീഷണറാണ്. അപ്പോൾ ശബരിമലയിലെ കാര്യങ്ങൾ അന്വേഷിക്കാൻ ദേവസ്വം ബോർഡ് വലിയ അധികാരമൊന്നുമില്ല, ഉദ്യോഗസ്ഥ വൃന്ദന്മാർക്കാണ് അവിടെ എല്ലാ അധികാരവും ഉള്ളത്, അങ്ങനെയുള്ള നെറ്റ്വർക്കാണ് അവിടെ ഉള്ളത് എന്ന് പറയുമ്പോൾ ആ നിലയ്ക്കായാലും വാസു കുറ്റക്കാരനാണ്. ഗോപൻ പറഞ്ഞത് ശരിയോ തെറ്റോ എന്തോ ആവട്ടെ, ഗോപൻ പറഞ്ഞത് വെച്ച് നമുക്ക് ചിന്തിച്ചാൽ വാസു ദേവസ്വം കമ്മീഷണറായിരുന്നു അതിനു മുമ്പ്. കുറച്ച് മാസങ്ങൾക്ക് ശേഷം വാസു അവിടെ പ്രസിഡന്റായിട്ട് വന്നു. തുടക്കത്തിൽ വാസു എന്താ പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടാവും അഭിലാഷേ. വാസു പറഞ്ഞത്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ മെയിൽ എൻ്റെ കയ്യിൽ കിട്ടി, ഞാനത് തിരുവാഭരണം കമ്മീഷണർക്ക് കൈമാറി, അതവിടെ തീർന്നു, പിന്നെ ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ല, എനിക്ക് മറുപടി കിട്ടിയില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ മറുപടിയെ സംബന്ധിച്ച് പുറത്തു വന്നു. തിരുവാഭരണം കമ്മീഷണർ മറുപടി കൊടുത്തു. അതേപോലെ വാസുവിന്റെ മറുപടി പോറ്റിക്ക് പോവുകയും ചെയ്തു. അപ്പൊ ഞാനിത് ഒരു ചർച്ചയിൽ പങ്കെടുത്ത് വാസുവിനോട് ചോദിച്ചു, താങ്കൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇങ്ങനെയായിരുന്നില്ലല്ലോ, താങ്കൾ ഇപ്പൊ ഇത് മാറ്റി പറയുന്നത് എന്താ? അതെനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ശരി, പ്രായമായ ഒരാളുടെ ഓർമ്മക്കുറവാണ് എന്ന് നമുക്ക് വിചാരിച്ച് അതിനെ നമുക്ക് സബ്സിഡൈസ് ചെയ്യാം. പക്ഷെ അടിസ്ഥാനപരമായ പ്രശ്നം വാസു ഇതിനെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തത് എന്ന് കൃത്യമായിട്ടുള്ള മൊഴി ഇപ്പൊ സുധീഷ് കുമാർ പറയുകയും ചെയ്തിരിക്കുന്നു. വാസു മാത്രമല്ല, തന്റെ മുകളിലുള്ള ആളുകൾ പറഞ്ഞിട്ടാണ് എന്ന്. ഇപ്പൊ പറയുന്നത് എന്താ? പിടിക്കപ്പെട്ട ആൾ പറയുന്നത് കേട്ട് നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. പിടിക്കപ്പെട്ട ആൾ മാത്രമല്ല, കോടതി കൃത്യമായിട്ട് ദേവസ്വം ബോർഡിന്റെ ഉന്നതന്മാർക്ക് ഇതിൽ പങ്കുണ്ട്, അതും ഇപ്പോഴത്തെ പ്രശാന്ത് അടക്കമുള്ള ആളുകൾക്കെതിരെ കോടതി ശക്തമായ ഭാഷയിൽ വിരൽ ചൂണ്ടിയിരിക്കുകയല്ലേ. കോടതിയുടെ ആ പരാമർശം നീക്കിക്കിട്ടാൻ പ്രശാന്ത് കോടതി പോവുകയും ചെയ്തു എന്നാണ് പറഞ്ഞത്. ഇനി പോയോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അങ്ങനെ സമീപിച്ചോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. റിവ്യൂ പെറ്റീഷൻ കൊടുക്കും, ആ പരാമർശം നീക്കിക്കിട്ടാൻ ശ്രമിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഇതുവരെ കോടതി ആ കാര്യം കേട്ടിട്ടില്ല, നടപടി എടുത്തിട്ടില്ല. എന്ന് വെച്ചാൽ കോടതിയുടെ വിധിയിൽ ഇപ്പോഴും പ്രശാന്ത് അടക്കമുള്ള ആളുകൾ കുറ്റക്കാരാണ്. അപ്പൊ ഇവിടെ ഉന്നതരായിട്ടുള്ള ആളുകൾ കേവലം ഉദ്യോഗസ്ഥന്മാരുടെ തലയിലേക്ക് മാത്രം കെട്ടിവെച്ചുകൊണ്ട് ഈ വിഷയത്തെ ചുരുക്കിക്കെട്ടാൻ CPM അന്ന് മുതൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അഭിലാഷിന് ഓർമ്മയില്ലേ ഈ ചർച്ച തുടക്കം വന്ന സമയത്ത്? ഇപ്പൊ ഞാനിപ്പോ കൈരളിയുടെയൊക്കെ അവതാരകൻ പറഞ്ഞത് ഓർക്കുന്നുണ്ട്. അതായത് പൂശി വന്നപ്പോ എത്രയോ ഗ്രാം കൂടുതലാണ് എന്ന് പറഞ്ഞിട്ടാണ്. ഇതിനകത്ത് കൂടുതലാണ്, പൂശി വന്ന സ്വർണം മുമ്പുണ്ടായിരുന്നേക്കാൾ കൂടുതലാണെന്ന് സമർത്ഥിച്ചവരാണ്. സ്വർണം അവിടെ നിന്ന് പോയില്ലെന്ന് സമർത്ഥിച്ചവരാണ്. ഇപ്പോ അന്വേഷണം വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോവുകയും സ്വർണം അവിടെ നഷ്ടപ്പെടുകയും ചെയ്തു എന്ന് അംഗീകരിക്കേണ്ടി വന്നത് കുറെ നാളുകൾക്ക് ശേഷമാണ്, നിഷേധിക്കാൻ പറ്റാത്ത രീതിയിൽ വന്നപ്പോഴാണ്. ഇപ്പൊ പറയുന്നത് ഞങ്ങളെല്ലാം ഓപ്പൺ ആണെന്നാണ്. ഓപ്പൺ ആണ്. എന്താണ് ഓപ്പൺ? കോടതിയുടെ നിർദ്ദേശം അനുസരിച്ചിട്ടുള്ള ഒരു അന്വേഷണ സംഘം അവിടെ പ്രവർത്തിക്കുന്നു. നമുക്ക് ഇപ്പോഴും വ്യക്തിപരമായിട്ടും സംഘടനാപരമായിട്ടും ഞാൻ വിശ്വസിക്കുന്നത് ഈ അന്വേഷണം ഒരു SITയിൽ ഒതുങ്ങേണ്ടതാണ് എന്നല്ല.
കൃത്യമായി CBI അന്വേഷണം വേണം എന്ന ആവശ്യത്തിൽ നിന്ന് ഞങ്ങൾ പിന്നോട്ട് പോയിട്ടില്ല. CBI അന്വേഷണം വേണം. അത് കോടതിയിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടല്ല. കോടതിയിൽ വിശ്വാസമില്ലാത്തത് ഗോപനാണ്. കാരണം കോടതി കൃത്യമായിട്ട് ഇവർക്കൊക്കെ പങ്കുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ പിന്നെയും SIT പറയട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അവിടെ നിൽക്കട്ടെ. പക്ഷേ ഞങ്ങൾ പറയുന്നത് CBI അന്വേഷണം വേണം. അതിന്റെ കാരണം SITക്ക് ചില പരിമിതികളുണ്ട് എന്ന അടിസ്ഥാനത്തിലാണ്. മാത്രമല്ല SITയിലെ ഉദ്യോഗസ്ഥന്മാരുടെ ഇന്റഗ്രിറ്റിയെ കുറിച്ചും ഞങ്ങൾക്ക് സംശയമുണ്ട്. പക്ഷേ ഇപ്പൊ കോടതിയുടെ നിർദ്ദേശത്തിലാണ് നടക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് നടക്കുന്നു. കോടതിയിൽ ഞങ്ങൾക്ക് ബഹുമാനമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ അതിനെ അംഗീകരിക്കുന്നു. പക്ഷേ വളരെ ഗൗരവമായിട്ട് കാണേണ്ട കാര്യം, ഇപ്പോ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന്, മുരാരി ബാബുവിൽ നിന്ന് ഇപ്പോ സുധീർ കുമാറിൽ എത്തിയിരിക്കുന്നു, വാസുവിനെ ചോദ്യം ചെയ്തിരിക്കുന്നു. ഇത് വാസുവിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല. പത്മകുമാർ ഉത്തരം പറയണം, പ്രശാന്ത് ഉത്തരം പറയണം, ദേവസ്വം മന്ത്രിയുടെ. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള ഈ ആളുകൾ, ഈ പറയുന്ന ആളുകളുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാണ്, രാഷ്ട്രീയമായ ബന്ധമുണ്ടായിരുന്നു, അവർക്കൊക്കെ നല്ല ചങ്ങാത്തം ഉണ്ടായിരുന്നു. അപ്പോൾ ആളുകളൊന്നും അറിയാതെ നടന്നു എന്ന് പറഞ്ഞാൽ അതങ്ങനെ വിശ്വസിക്കാൻ സാധ്യമല്ല. ശരി, ഓക്കെ. ശ്രീ സന്ദീപ് വാര്യർ, ഉദ്യോഗസ്ഥ വൃന്ദം ആണ് അവിടെ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചത് എന്നാണ് ഇപ്പോഴും CPM-ന്റെ പക്ഷത്ത് നിന്ന് വിശദീകരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി അല്ലാതെ അറസ്റ്റിലായിരിക്കുന്നതൊക്കെ ഉദ്യോഗസ്ഥരാണ്. മുരാരി ബാബു അറസ്റ്റിലായി, D. സുധീഷ് കുമാർ അറസ്റ്റിലായി, S. ജയശ്രീ അടുത്ത അറസ്റ്റിലായേക്കുമെന്ന ചിന്തയാലാകണം മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുകയാണ്. N. വാസുവിനെ ഇന്ന് ചോദ്യം ചെയ്യുകയും ചെയ്തു. ഇത് ഉദ്യോഗസ്ഥർ ചെയ്യുകയും ഭരണ നേതൃത്വം അറിയാതിരിക്കുകയും ചെയ്ത ഒരു തട്ടിപ്പായി നിങ്ങൾ കാണുന്നുണ്ടോ? സാമാന്യ യുക്തിയുള്ള ഒരാൾക്കും CPM-ന്റെ ഇക്കാര്യത്തിലെ ഒരു വാദങ്ങളും മുഖവിലക്കെടുക്കാൻ സാധിക്കില്ല. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ ഈ വിഷയത്തിന്റെ തുടക്കകാലത്ത് CPM എടുത്തിരുന്ന നിലപാട് സ്വർണ്ണമൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല, പകരം കൂടുകയാണ് ചെയ്തതെന്നുള്ളതായിരുന്നല്ലോ. പക്ഷേ പിന്നീട് സ്വർണം നഷ്ടപ്പെട്ടു എന്ന് ബോധ്യപ്പെട്ടു. ഹൈക്കോടതിയുടെ തന്നെ ചില കണ്ടെത്തലുകളുണ്ടായി, ചില പരാമർശങ്ങളുണ്ടായി. ആ പരാമർശങ്ങളിൽ ദേവസ്വം ബോർഡിന്റെ അന്നത്തെ പ്രസിഡന്റും പിന്നീട് വന്ന പ്രസിഡന്റും ഇപ്പോഴത്തെ പ്രസിഡന്റും അടക്കമുള്ളവർ ഹൈക്കോടതിയുടെ പരാമർശങ്ങളിൽ അവർ വാസ്തവത്തിൽ ആരോപണ വിധേയരായിട്ട് നിൽക്കുകയാണ്. ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങളുണ്ടായി. ഇതെല്ലാം നിലനിൽക്കുകയാണ്. ഈ അന്വേഷണം നടക്കുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ഒരു കാര്യം മനസ്സിലാകുന്നത്, ഈ അന്വേഷണം അട്ടിമറിക്കാൻ, ഈ അന്വേഷണം ഉണ്ണികൃഷ്ണൻ പോറ്റിയിലും മുരാരി ബാബുവിലും ഒക്കെ ആയിട്ട് ഒതുക്കാൻ, ഈ ദേവസ്വം ഉദ്യോഗസ്ഥരിൽ മാത്രമായിട്ട് ഒതുക്കാനുള്ള വലിയ പരിശ്രമം ഇപ്പോൾ CPM നടത്തിക്കൊണ്ടിരിക്കുക. അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പ്രശാന്തിന് വീണ്ടും കാലാവധി നീട്ടിക്കൊടുക്കാൻ വേണ്ടി CPM ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളത്. അത് കൊടുക്കുന്ന സന്ദേശം എന്താ? SITക്ക് സന്ദേശം കൊടുക്കണം, പ്രശാന്ത് ഞങ്ങളുടെ ആളാണ്, തൊട്ടു പോകരുത് എന്ന സന്ദേശമാണ് CPM നേതൃത്വം കൊടുത്തിട്ടുള്ളത്. പ്രശാന്തിനെ റീഇൻസ്റ്റേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പ്രശാന്തിന് മേൽ കൂടുതൽ ശക്തമായിട്ടുള്ള അന്വേഷണം വരികയും പ്രശാന്ത് ഈ കേസിൽ പ്രതിയാകാനും സാധ്യതയുണ്ട് എന്ന് സർക്കാരിന് ബോധ്യമുള്ളത് കൊണ്ട്, ഇടതുമുന്നണിക്ക് ബോധ്യമുള്ളത് കൊണ്ട്, CPM-ന് ബോധ്യമുള്ളത് കൊണ്ട് പ്രശാന്തിന്റെ ടെന്യൂർ കൂട്ടിക്കൊടുക്കാനുള്ള ഒരു തീരുമാനമെടുത്തിരിക്കുന്നു എന്ന് മനസ്സിലാകുന്നു. ഇത് സൂചിപ്പിക്കുന്നത് രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് ഈ അന്വേഷണം എത്താതെ ഉദ്യോഗസ്ഥ തലത്തിൽ വെച്ച് ഈ അന്വേഷണം അവസാനിപ്പിക്കാനും, അതോടൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയിലും മുരാരി ബാബുവിലും ഒക്കെയായി ഇത് കേവലം ഒരു 15 ലക്ഷം രൂപയുടെ സ്വർണ്ണ തട്ടിപ്പ് മാത്രമാക്കി അവസാനിപ്പിക്കാനുമുള്ള ഏറ്റവും അങ്ങേയറ്റത്തെ പരിശ്രമം ഇപ്പോൾ CPM നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ സാമാന്യ യുക്തിയുള്ള ഒരാൾക്കും ഇത് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം എന്താ, ഇപ്പോൾ അദ്ദേഹം ഗോപൻ പറഞ്ഞതിൽ തന്നെ അദ്ദേഹത്തിന്റെ ഉത്തരവുണ്ടല്ലോ. ഈ പറഞ്ഞതുപോലെ ഉദ്യോഗസ്ഥ വൃന്ദമാണ് ഇതിന് ഉത്തരവാദിയെങ്കിൽ ഇതിൽ ഏറ്റവും ആദ്യം ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയ ആളാരാണ്? വാസു അല്ലേ? ആ വാസു റിട്ടയർമെന്റിന് 8 മാസത്തിന് ശേഷം എങ്ങനെയാണ് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയത്? വാസു CPM-ന്റെ നേതാവല്ലേ? അതിനുശേഷം വീണ്ടും ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയത് ആരാണ്? അത് പത്മകുമാർ അല്ലേ? പത്മകുമാർ CPM-ന്റെ മുൻ MLA അല്ലേ, നേതാവല്ലേ? അപ്പൊ CPM നേതാക്കന്മാർ ഈ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള പങ്കാളിത്തം CPM-ന്റെ നേതൃത്വത്തിലുണ്ടെന്നുള്ള വ്യക്തമാണ്. ശബരിമലയിൽ മോഷണം നടത്തിയത് കേവലം ഉദ്യോഗസ്ഥരല്ല, ആ മോഷണത്തിന് നേതൃത്വം കൊടുത്തത് CPM-ആണ്, CPM നേതാക്കന്മാരാണ്. ആ നേതാക്കന്മാരിലേക്ക് അന്വേഷണം എത്താതിരിക്കാൻ വേണ്ടി, TP ചന്ദ്രശേഖരൻ വധക്കേസിൽ CPM-ന്റെ ഉന്നത നേതൃത്വത്തിലേക്ക് അന്വേഷണം എത്താതിരിക്കാൻ വേണ്ടി അവരെന്തൊക്കെ ശ്രമിച്ചോ അതുപോലെയുള്ള ഒരു പരിശ്രമം ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ CPM-ന്റെ LDF പിണറായി ഭരണത്തിന് കീഴിൽ ജോലി ചെയ്യുന്നവരായതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇതിൽ ആശങ്കയുള്ളത്. അന്വേഷണത്തിന് ഹൈക്കോടതി മേൽനോട്ടം വഹിക്കുന്നെങ്കിൽ പോലും ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം പറ്റുന്നത് പിണറായി സർക്കാർ എന്നായതുകൊണ്ടും സർക്കാർ കൃത്യമായിട്ടൊരു മെസ്സേജ് ഈ ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുത്തിരിക്കുകയാണ്, പ്രശാന്തിന്റെ ടെന്യൂർ കൂട്ടിക്കൊടുത്തുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം അട്ടിമറിക്കപ്പെടുമെന്ന് ന്യായമായും കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തർ ആശങ്കപ്പെടുന്നുണ്ട്. ആ ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ടെന്നാണ് ഇന്നത്തെ ഏറ്റവും ഒടുക്കം ഈ പ്രശാന്തിന് ടെന്യൂർ നീട്ടിക്കൊടുത്തടക്കമുള്ള കാര്യങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നത്. ശരി, ശ്രീ ഡോക്ടർ ഗോപൻ, ഇവിടെ നോക്കൂ. ഹൈക്കോടതിയുടെ ഉത്തരവിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ പരാമർശിച്ചാണ് രൂക്ഷമായ വിമർശനം പറഞ്ഞത്. 2019 കളവ് മറയ്ക്കാനാണ് വീണ്ടും ഇതേ സ്ഥലത്തേക്ക് തന്നെ, സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് തന്നെ ഈ ദ്വാരപാലക പാളികൾ അയച്ചത്
എന്ന് ഹൈക്കോടതിയാണ് കുറ്റപ്പെടുത്തിയിട്ടുള്ളത്. ആ പരാമർശം നീക്കിയിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴും ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ കാലാവധി ദീർഘിപ്പിക്കുന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടൊന്നുമില്ല, പക്ഷേ അങ്ങനെ ഒരു തീരുമാനം കൈക്കൊള്ളുന്നതായി അറിയുന്നു. ഈ ആളുകളെയൊക്കെ എന്തിനിങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നു എന്ന പ്രശ്നമുണ്ട്. ഒന്നാമത് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഗുരുതരമായി ഇങ്ങനെ ഒരു പരാമർശം വന്നാൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ഒരു നിമിഷം വൈകാതെ അവിടെ നിന്ന് മാറ്റേണ്ടതാണ്. അതുണ്ടായില്ല എന്ന് മാത്രമല്ല, അതൊരു പാരിതോഷികം പോലെ കണക്കിലെടുത്ത് അദ്ദേഹത്തിന്റെ കാലാവധി കൂടി നീട്ടുകയാണെങ്കിൽ പിന്നെ നമ്മൾ എന്ത് വിചാരിക്കണം? ശരി അഭിലാഷ, ഈ നറേറ്റീവ് വേറൊരു രൂപത്തിൽ പറഞ്ഞാൽ പ്രശാന്തിന് നീട്ടിക്കൊടുക്കുന്നോ ഇല്ലയോ എന്ന് CPM ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. അതിരിക്കട്ടെ, നീട്ടിക്കൊടുത്താൽ ഉന്നയിക്കുന്ന ആക്ഷേപം ശ്രീ സന്ദീപ് വാര്യരോട് പറഞ്ഞു. നീട്ടിയില്ലെങ്കിൽ പ്രശാന്ത് കുറ്റക്കാരനാണെന്ന് CPM കണ്ടെത്തിയിരിക്കുന്നു. അതുകൊണ്ട് പ്രശാന്തിനെ ഒഴിവാക്കുന്നു. അല്ല, അങ്ങനെ കാലാവധി കഴിഞ്ഞ എല്ലാ പ്രസിഡന്റുമാർക്കും പദവി നീട്ടിക്കൊടുക്കാറുണ്ടോ? അങ്ങനെ ഒരു നറേറ്റീവ് ഉണ്ടാവുമോ? അല്ല, ഞാൻ പറയട്ടെ, അവിടെ ദേവസ്വം ബോർഡിന് നീട്ടിക്കൊടുക്കാൻ ഇതുവരെ തീരുമാനിച്ചില്ല. കൊടുത്താൽ ഇപ്പോൾ അവിടെ മണ്ഡലകാലം ആരംഭിക്കുകയാണ്. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. ആ ഒരു ചർച്ചയിലേക്ക് നമ്മൾ പോയിട്ട് കാര്യമില്ല. അത് ഹൈപ്പോത്തിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണത്. അതിരിക്കട്ടെ. രണ്ടാമത് ഇവർ എന്തിനാണ് സന്ദീപ് വാര്യറും ശ്രീ ബഹുമാന്യനായ RV ബാബുവും നേരത്തെ ഇവർ രണ്ടുപേരും ഒരേ ആശയങ്ങൾ സംസാരിച്ച് നടന്നവർക്ക് ഇപ്പോഴും ആശയത്തിൽ വലിയ മാറ്റമില്ലെന്നുള്ളതാണ് ഈ യോജിപ്പിലൂടെ എനിക്ക് മനസ്സിലാവുന്നത്. കാരണം ഈ CBIയെ വിശ്വാസമാവുന്നത് എങ്ങനെയാണ്? CBI വിശ്വസിക്കത്തക്ക ഒരു ഏജൻസിയാണെന്ന് ആധികാരികമായിട്ട് തെളിയിക്കപ്പെട്ടുള്ള ഒന്നല്ല. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇഷ്ടാനുസരങ്ങൾക്കനുസരിച്ച് റിപ്പോർട്ടുണ്ടാക്കി കൊടുക്കുന്ന ജോലിയാണ് CBI ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇനി ഒരു പക്ഷേ കേരള ഹൈക്കോടതി CBI മതിയെന്ന് പറഞ്ഞെങ്കിലും ഞങ്ങളതിനെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു. കാരണം ഹൈക്കോടതിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് പ്രശ്നം. ഹൈക്കോടതി CBI അന്വേഷണത്തിന് ഉത്തരവിട്ടാൽ അതിനെ ചെറുക്കുന്ന പ്രശ്നമില്ല. കോടതിയിൽ അതിനെതിരായിട്ട് വാദിക്കില്ല. കോടതി ഏത് നിർദ്ദേശമാണോ വയ്ക്കുന്നത്? കാരണം ഇവിടെ വളരെ കൃത്യമായി CPIMൻ്റെ നിരപരാധിത്വം, ഗവൺമെൻറ്റിന് ഈ കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുന്ന സർക്കാരല്ല എന്നുള്ളത് തെളിയിക്കേണ്ട ബാധ്യത ഞങ്ങൾക്ക് പ്രധാനമായിട്ടുണ്ട്. അത് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കില്ല. ഒരു കാരണവശാലും ഇടതുപക്ഷത്തിന് അതിൽ പങ്കുണ്ടെന്ന് കേരളത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങൾ വിശ്വസിക്കില്ല. എന്നാലും അതൊരു നിയമത്തിൻ്റെ പ്രശ്നത്തിൽ മുമ്പിൽ വരുമ്പോൾ അങ്ങനെ ഒന്നും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത ഞങ്ങളെ സംബന്ധിച്ചുണ്ടല്ലോ. അതുകൊണ്ട് CBI അന്വേഷണം വന്നു കഴിഞ്ഞാൽ അതിനെ എതിർക്കേണ്ടതില്ലെന്നാണ് CPIMൻ്റെ നിലപാട്. അപ്പം CBI വിശ്വസ്തമായ ഏജൻസി അല്ലെങ്കിലും അവരുടെ അന്വേഷണം വന്നാലും നമ്മൾ അതിനെ അനുകൂലിക്കും. പക്ഷേ ഇവരെടുക്കുന്ന നിലപാടെന്താ? ഇവർ രണ്ടുപേരും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സംശയനിഴലിൽ അഴുത്തുകയല്ലേ ഇന്നത്തെ ഈ ചർച്ചയിലൂടെ ശക്തമായി മുന്നോട്ട് പോകുന്നത്. ഇവർ രണ്ടുപേരും ശക്തമായി ഇന്ന് ആവർത്തിച്ച് പറഞ്ഞത് CBIയുടെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലുള്ള അവരുടെ പൂർണ്ണമായും അവർക്ക് വിശ്വാസമുള്ള ഏജൻസിയെ, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഇവർ രണ്ടുപേരും തള്ളി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വാസുവിലേക്ക് എത്തിയത്? എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്? എങ്ങനെയാണ് സുധീഷിലേക്ക് എത്തിയത്? എന്തുകൊണ്ടാണ് ജയശ്രീ പരക്കം പായുന്നത്? അപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ശരിയായ പാതയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൽ ഞങ്ങൾക്ക് അങ്കലാപ്പില്ലല്ലോ. ഞങ്ങൾ പറഞ്ഞില്ലല്ലോ ഇതിനെക്കുറിച്ചൊരു സംശയം കോടതി വെച്ചതിനെക്കുറിച്ച് ഞങ്ങൾക്ക് സംശയമില്ലല്ലോ. അത് ശരിയായ ട്രാക്കിലൂടെയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. അത് വാസുവിലെത്തുന്നെങ്കിൽ എത്തിക്കോട്ടെ. ഒരു കാര്യം, വാസുവിലേക്ക് എത്തി എന്ന് അങ്ങ് സമ്മതിച്ചല്ലോ. വാസുവിലേക്ക് എത്തും ഞാൻ സമ്മതിക്കുന്നുള്ളതല്ല, അങ്ങനെ വ്യാഖ്യാനിക്കാതെ അഭിലാഷേ. അല്ല, വാസുവിലേക്ക് സമ്മതിക്കാൻ. അപ്പോ ഈ വാസുവിനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്റെ കയ്യിൽ സ്വർണ്ണം ഉണ്ട് എന്ന് പറഞ്ഞ് കത്തയക്കുന്നത്. ഏത് സ്വർണ്ണം ചോദിച്ചിട്ടില്ല. എന്നിട്ട് എന്ത് ചെയ്തു ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സ്പോൺസർ ആയിട്ടുള്ള കക്ഷിക്ക് തന്നെ, ഗോവർദ്ധന് തന്നെ ഈ പറഞ്ഞ സ്വർണം വിറ്റ് കാശ് വാങ്ങിച്ചു. സ്പോൺസർഷിപ്പ് എന്ന പേരിൽ ഗോവർദ്ധന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചു. ബാക്കിയുള്ള സ്വർണം എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് തന്നെ കൊടുത്ത് അയാളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചു. ഇമാതിരി കൃഷിയൊക്കെ നടത്താൻ വേണ്ടി ഉപകരണമായ ആളുകൾ എങ്ങനെയാണ് പിന്നെ അന്വേഷണം നേരിടാതെ തുടരുന്നത്? സ്വാഭാവികമാണ് അവരിലേക്ക് എത്തുക അന്വേഷണം. അഭിലാഷേ, ഉണ്ണികൃഷ്ണൻ പോറ്റി രംഗത്ത് വരുന്നത് ഏത് കഥാപാത്രമായിട്ടാണെന്നുള്ളത് ഓർമ്മയുണ്ടാവുമല്ലോ. ഗവൺമെൻറ്റിനെയും ദേവസ്വം ബോർഡിനെയും പ്രതിയാക്കി തൻ്റെ പീഠം ആരോ എടുത്തുകൊണ്ട് പോയി എന്നുള്ള ഉത്സവ സ്ഥലത്തെ കപ്പലണ്ടി പരിപാടി ഉണ്ടല്ലോ, ആന ഇളക്കി വിട്ട് കപ്പലണ്ടി വാരിക്കൊണ്ടു പോവുക. ഇതേ പരിപാടി ചെയ്യാൻ ശ്രമിച്ച ആളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. ഉണ്ണികൃഷ്ണൻ പോറ്റി ആർക്ക് വേണ്ടി രംഗത്ത് വന്ന ആളാ?
ഇടതുപക്ഷമായിട്ടോ ദേവസ്വം ബോർഡിലെ ആരുടെയെങ്കിലും ബിനാമിയായിട്ടോ ഏതെങ്കിലും തരത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരാളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെങ്കിൽ അയ്യപ്പ സംഗമത്തിൻ്റെ തലേനാളുകളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഗവൺമെൻറ്റിനെതിരായിട്ട് ആക്ഷേപം ഉന്നയിക്കുമോ, ദേവസ്വം ബോർഡിനെതിരായിട്ട് ആക്ഷേപം ഉന്നയിക്കുമോ? അപ്പോൾ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ആരാണ് രംഗപ്രവേശം ചെയ്യിച്ചതെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ആ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ ജയിലിലുമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടുന്ന് ഇത് സമ്പത്ത് മോഷ്ടിച്ച് സ്വർണം മോഷ്ടിച്ച് അയാൾ പൈസയും കൈക്കലാക്കി എന്നുള്ളത് കേരളീയർക്കും SITക്കും ബഹുമാനപ്പെട്ട കോടതിക്കും എല്ലാവർക്കും വ്യക്തമാണ്. അതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ വന്നതിൽ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ അവിടെ നേരത്തെ നിയമപരമായിട്ടല്ല മഹാഭൂരിപക്ഷ ഉദ്യോഗസ്ഥരും പണ്ട് കാലത്ത് ദേവസ്വം ബോർഡിൽ കയറിയിട്ടുള്ളത്. ദേവസ്വം ബോർഡിൻ്റെ ഇഷ്ടക്കാരെ അവിടെ എടുക്കുകയായിരുന്നു. അതിന് വിപരീതമായി ഒരു സമീപനം കൊണ്ടുവന്ന് അത് PSCക്ക് തുല്യമാക്കിയത് ഇടതുപക്ഷ സർക്കാരുകളാണ്. അവിടെ അഴിമതി നടക്കാൻ പാടില്ല എന്ന് ഞങ്ങൾക്ക് കടുത്ത വാശിയുണ്ട്. ശബരിമലയിലെ ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാനം അല്ലെങ്കിൽ കോടികളുടെ വരുമാനം ഒരു തരത്തിലും മിസ്യൂസ് ചെയ്യാൻ പാടില്ല എന്ന് ഞങ്ങൾക്ക് ശക്തമായ വാശിയുണ്ട്. ഞങ്ങൾ ഭരണതലത്തിൽ ശക്തമായ വാശി ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഞങ്ങൾക്ക് വാശിയുണ്ട്. ഇപ്പോഴും കട്ടിളപ്പാളി കേസിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രതിയാക്കിയിട്ടുണ്ട്. നോക്കൂ, ദ്വാരപാലക ശില്പം, വാതിൽ, കട്ടിളപ്പടി, എന്തൊക്കെയാണ് അവിടെ നടന്നിട്ടുള്ളത് എന്നറിയാമല്ലോ. 3 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ, പത്മകുമാർ, വാസു, ഇപ്പോഴത്തെ PS പ്രശാന്ത്, നിങ്ങൾ പൊളിറ്റിക്കലി നോമിനേറ്റ് ചെയ്ത നിങ്ങളുടെ നോമിനികളായി അവിടെ ഇരുന്ന ബോർഡ് പ്രസിഡന്റുമാരും ബോർഡ് അംഗങ്ങളും ഉള്ളപ്പോൾ ആണ് ഈ മോഷണം നടന്നിട്ടുള്ളത്. എന്നിട്ട് ഞങ്ങൾക്ക് വാശിയുണ്ട് അവിടെ കളവ് നടക്കരുത് എന്ന് അങ്ങ് ആവർത്തിച്ച് പറയാണ്. ഇതിന്റെ കോൺട്രാഡിക്ഷൻ ശരിക്കൊന്ന് ആലോചിച്ച് നോക്കിയേ. ശ്രീ അഭിലാഷ, അവർക്ക് ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ SIT അന്വേഷിച്ച് അവരെ ശിക്ഷിക്കട്ടെ. അഭിലാഷ, CPIM പ്രൊട്ടക്ഷന് പോയോ അവരുടെ? നിങ്ങൾ പറയുന്ന കേട്ടാത്തൊന്നും അവരെ ആരണ്ട് ഞങ്ങൾ സംരക്ഷിച്ചെന്ന്. അവർ നിലവിൽ കേസിൽ അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല, അവർ റിമാൻഡ് ചെയ്യപ്പെട്ടിട്ടില്ല, അവരുടെ പേരിൽ FIR കൊടുത്തിട്ടില്ല. അങ്ങനെ കൊടുക്കട്ടെന്നേ. കൊടുത്താൽ ഏത് CPMകാരനാ ഈ പ്ലാറ്റ്ഫോമിൽ വരാം? ഞാനും വരും, മറ്റുള്ളവരും വരും. ആരാ അവരെ സംരക്ഷിക്കാൻ പോന്നേ? അത് പത്മകുമാർ ആയിക്കൊള്ളട്ടെ, അനന്തഗോപൻ ആയിക്കൊള്ളട്ടെ, വാസു ആയിക്കൊള്ളട്ടെ, അതിന് മുമ്പോട്ടുള്ള പ്രസിഡന്റുമാരുണ്ടല്ലോ. നിങ്ങൾ ആരാ ഇതിനകത്ത് ഓൺ ചെയ്യുന്നേ? അവിടെ UDFന്റെ കാലത്ത്, പ്രസിഡന്റിന്റെ കാലത്ത് എന്തിനാ UDF മന്ത്രിയായിരുന്ന ബഹുമാന്യനായ ശിവകുമാറിന്റെ സഹോദരൻ 1,87,00,000 പേരിൽ അവിടുന്ന് പിരിച്ചുവിടപ്പെട്ട ആളാണ്. ശിവകുമാർ രാജിവെച്ച് നിങ്ങൾ കണ്ടോ? എന്തിനാ ഇങ്ങനെ പറയുന്നത്? അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനകത്ത് പേടിയില്ല അഭിലാഷേ. ശരി, ഇവര് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചർച്ച നേരത്തെ എൻ്റെ കുട്ടിക്കാലം മുതൽ, അഭിലാഷിന്റെ കുട്ടിക്കാലം മുതൽ കേട്ടുകൊണ്ടിരുന്നതാണ്. ശബരിമല ഉൾപ്പെടെയുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പണമെടുത്ത് സർക്കാർ മറ്റ് കാര്യങ്ങൾക്ക് ചെലവഴിക്കുന്നുവെന്ന് ഈ കാലയളവിലും RSS സുഹൃത്തുക്കളും മറ്റും പ്രസംഗിക്കുന്നുണ്ട്. എത്ര പച്ച കള്ളം പറഞ്ഞിട്ടാണ് കേരളത്തിൽ ഹിന്ദു ധ്രുവീകരണത്തിന് വേണ്ടി, വിശ്വാസ ധ്രുവീകരണത്തിന് വേണ്ടി ഇവരൊരു നുണ പറഞ്ഞത്. ആ നുണ തെറ്റാണെന്ന് ഇവർക്ക് പറയാമോ? ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ ഒന്ന് ഇപ്പോഴും പറയൂ അവര്? കേരള ഹൈക്കോടതിയുടെ അറിയാതെ 10 പൈസ അവിടുത്തെ ഡെപ്പോസിറ്റ് ചെയ്ത് എടുക്കാൻ പറ്റാതെ സംസ്ഥാന ഗവൺമെന്റിന്റെ UDF ഭരിച്ചപ്പോഴും കൊടുത്തിട്ടുണ്ട് കുറച്ച്, LDF ഭരിച്ചപ്പോൾ അതിനേക്കാൾ കൂടുതൽ കൊടുത്തു ശബരിമല വികസനത്തിന് വേണ്ടി. അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ സംസ്ഥാന ഗവൺമെന്റ് കടം വരുമ്പോൾ അവിടുന്നാണ് പൈസ എടുത്ത് മറ്റു മതക്കാരുടെ കാര്യങ്ങൾക്ക് വേണ്ടി കൂടി ചെലവഴിക്കുന്നത് എന്ന പ്രചാരണം നടത്തിയത് ആരാ അഭിലാഷേ? അവർ തിരുത്തിയിട്ടുണ്ടോ ഇതുവരെ? അപ്പൊ ഇങ്ങനെ നുണപ്രചരണം നടത്തുന്നത് കൊണ്ട് ജനങ്ങൾ ഇവരെ വിശ്വസിക്കില്ല. ഇത് കള്ളമല്ലേ? ഒരു ആരാധനാലയത്തെ കുറിച്ച് ഇവർ ഇത്രയും വലിയ നുണയല്ലേ നാട്ടിൽ പറഞ്ഞുകൊണ്ട് നടന്നത്? ഹിന്ദുത്വ ധ്രുവീകരണത്തിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രചരണമല്ലേ പൊളിച്ചടിക്കിയത്? എന്തായാലും ശബരിമല ഇഷ്യൂ വന്നപ്പോഴെങ്കിലും അത് പൊതുജനങ്ങൾക്ക് മനസ്സിലായല്ലോ. അതുകൊണ്ട് ഇത്തരം നുണകൾ ഇവർ ആവർത്തിച്ചുകൊണ്ടിരുന്നാൽ അത് അംഗീകരിക്കില്ല ജനം. ഞങ്ങൾ ശുദ്ധരാണ്, ഞങ്ങൾക്കിതിൽ ഒരു തരത്തിലും. അതുകൊണ്ട് ഞാൻ ശ്രീ അഭിലാഷിന് സംശയം ഉണ്ടെങ്കിൽ ഞാൻ പറയുക, വാസുവിലേക്ക് അത് എത്തിയാൽ ഇവർ ശ്രീ RB റാവുവും ബഹുമാന്യനായ സന്ദീപ് വാര്യരും ചൂണ്ടിക്കാണിച്ചതുപോലെ ഏതെങ്കിലും വിധത്തിൽ ഞങ്ങൾ അവരെ സംരക്ഷിച്ച് SITക്ക് ഡയറക്ഷൻ കൊടുക്കത്തില്ല എന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ഇനി എവര് പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കുമോ? അല്ലെങ്കിൽ കോടതി വിശ്വസിക്കുമോ? കോടതി ഓരോ ഇഞ്ച് പേപ്പറും പരിശോധിച്ചുകൊണ്ടിരിക്കുക. ശ്രീ RV ബാബു, ഇപ്പോ നോക്കൂ, ഹൈക്കോടതിയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. അന്വേഷണ സംഘം രൂപീകരിച്ചത് ഹൈക്കോടതിയാണ്. ഹൈക്കോടതിയുടെ ഇനീഷ്യേറ്റീവിലാണ് ദേവസ്വം വിജിലൻസിന്റെ പരിശോധന നടന്നത്. ഇങ്ങനെ മുഴുവൻ കാര്യങ്ങളും വളരെ മെറ്റിക്കുലസ് ആയി നോക്കി ബോധ്യപ്പെട്ടാണ് ഓരോ നടപടികളും എടുക്കുന്നത്. ഹൈക്കോടതിയിൽ തന്നെയാണ് SIT റിപ്പോർട്ട് നൽകുന്നതും. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഇതിൽ സംശയങ്ങളോ, ഇത് ശരിയാവുമോ, രാഷ്ട്രീയ സംരക്ഷണം കിട്ടുമോ തുടങ്ങിയ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നത് കൊണ്ട് കാര്യമുണ്ടോ? ആദ്യം ആ 6 ആഴ്ച കഴിയുകയും എന്താണ് SIT കണ്ടെത്തിയത് എന്നുള്ളത് ബോധ്യമാവുകയും ചെയ്യുകയല്ലേ വേണ്ടത് ആദ്യം? അതിനുശേഷമല്ലേ ബാക്കിയൊക്കെ? ഞാൻ ഈ വിഷയത്തിലെ തുടക്കം മുതൽ തന്നെ ഹൈക്കോടതിയുടെ ഈ നിർദ്ദേശം വന്ന സമയത്ത് തന്നെ ഹൈക്കോടതിയിലുള്ള അവിശ്വാസമല്ല പറഞ്ഞത്, മറിച്ച് ഈ SITക്കുള്ള ചില പരിമിതികളെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞിരുന്നു.
കാരണം ഇത് സംസ്ഥാനത്തിന് പുറത്തേക്ക് ഈ കേസ് പോയിട്ടുണ്ട്. സംസ്ഥാനത്തിന് പുറത്ത് ഇത്തരം ഈ കൊള്ളയും കൊള്ളിവെപ്പും നടന്നിട്ടുണ്ട്, അഴിമതി നടന്നിട്ടുണ്ട്, തട്ടിപ്പുകൾക്ക് വേരുകൾ സംസ്ഥാനത്തിന് പുറത്തുണ്ട്. അപ്പൊ SITക്ക് അതിന്റെ ചില പരിമിതികളുണ്ട്. സംസ്ഥാനത്തിന് പുറത്തുള്ള ആളുകളെ ചോദ്യം ചെയ്യാൻ, അവരെ ഹൈദരാബാദിലും ബാംഗ്ലൂരിലും പോയി തെളിവെടുത്തു, ശ്രീരാംപുരയിൽ പോയി, എല്ലായിടത്തും പോയി. സ്വാഭാവികമായും മറ്റു സംസ്ഥാനങ്ങളിൽ പോയി അന്വേഷണം നടത്തുമല്ലോ. പരിമിതിയാണുള്ളത്. അഭിലാഷേ ഒരു സെൻട്രൽ ഏജൻസിക്ക് കഴിയുന്ന പോലെ അത്തരം കാര്യങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങാൻ, അന്വേഷണം നടത്താൻ ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റിൽ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു പോലീസിന് ബുദ്ധിമുട്ടുണ്ട്, പരിമിതികളുണ്ട്. ആ പരിമിതി വെച്ചിട്ടാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം. 2, ഇവിടെ അന്വേഷണം പ്രഖ്യാപിക്കുന്ന സമയത്ത് തന്നെ പിണറായി വിജയൻ നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ കുറിച്ച് ഒരു പരാമർശം കോടതി നടത്തിയിട്ടില്ലല്ലോ എന്ന്. അതിന് തൊട്ട് പുറകെ കോടതിയുടെ പരാമർശം വന്നത് പ്രശാന്തിനെതിരെ. എന്ന് വെച്ചാൽ SITയുടെ അന്വേഷണം ഈ ആളുകൾക്ക് പോകരുത്, അവർക്കെതിരെ അന്വേഷണം പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പരാമർശം കൃത്യമായിട്ട്. ഇത് ഈ പറയുന്ന SITയിലെ അംഗങ്ങൾ പിണറായി വിജയന്റെ കീഴിലുള്ള പോലീസ് തന്നെയല്ലേ അഭിലാഷേ? ആ ആഭ്യന്തര വകുപ്പിന്റെ കീഴിൽ തന്നെയുള്ള പോലീസല്ലേ? കോടതിയുടെ അന്വേഷണം ഇത് കഴിഞ്ഞാലും വീണ്ടും ഇവരൊക്കെ പ്രവർത്തിക്കേണ്ടത് ഈ ആഭ്യന്തര വകുപ്പിന്റെ കീഴിൽ തന്നെയല്ലേ? സ്വാഭാവികമാണ് അത്തരം സംശയം ഞങ്ങൾക്കുണ്ടെന്നേ. അപ്പോൾ അതുകൊണ്ട് അത് കോടതിയിലുള്ള വിശ്വാസമല്ല, അന്വേഷണ ഉദ്യോഗസ്ഥന്മാരിലുള്ള വിശ്വാസമാണ്. അല്ല, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് വിശ്വാസമൊന്നുമില്ല. വാസുവിലേക്ക് അന്വേഷണം എത്തുമോ? ഈ പറഞ്ഞ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരിൽ തന്നെ ഏറ്റവും അധികം രാഷ്ട്രീയ സംരക്ഷണം കിട്ടേണ്ട ആൾ വാസുവാണ്. ആ അർത്ഥത്തിലാണെങ്കിൽ ഈ ശബരിമല വിവാദ കാലത്ത് മുഖ്യമന്ത്രി തന്നെ അദ്ദേഹത്തിന്റെ താല്പര്യത്താൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി നിയോഗിച്ച മുൻ കമ്മീഷണറാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിലേക്ക് അന്വേഷണം എത്തുന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ ഒരു സംശയത്തിന് അടിസ്ഥാനമുണ്ടോ? അല്ല, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യട്ടെ. അപ്പോ ആ കുറച്ചുകൂടി നമ്മുടെ വിശ്വാസ്യത കൂടുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് വരും. അത് സംശയമില്ല. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണം. അത് മാത്രമല്ല, പത്മകുമാറിലേക്ക് അന്വേഷണം എത്തണം, പ്രശാന്തിലേക്ക് അന്വേഷണം എത്തണം. അപ്പോഴേ നമുക്ക് അതിനകത്ത് ഒരു വിശ്വാസ്യത എന്ന് പറയാൻ സാധ്യമുള്ളൂ. അപ്പോൾ അതവിടെ, കാരണം നമ്മുടെ ഈ ചർച്ചയെ മൊത്തത്തിൽ വഴിതിരിച്ചുവിടാൻ വേറെ ചില കാര്യങ്ങളൊക്കെ ഇവിടെ പറയുകയുണ്ടായി. ഞാൻ അഭിലാഷിന് ഒരു ഓഡിറ്റ് റിപ്പോർട്ട് 2021 കാലത്തെ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് അയച്ചു തന്നിരുന്നു. അത് നോക്കാൻ സമയം കിട്ടി കാണില്ല. കാരണം ഞാൻ ഈ ചർച്ച അത് അയച്ചിട്ടുള്ളത്. അത് മനസ്സിലാക്കൽ ബുദ്ധിമുട്ടാണ്, സമയം വേണം. അതെ, കറക്റ്റ്. പക്ഷേ ആ ഓഡിറ്റ് റിപ്പോർട്ട് ഞാനൊന്ന് നോക്കിയിരുന്നു കേട്ടോ. സർവാംഗം അഴിമതിയാണ്, ക്രമക്കേടാണ് അഭിലാഷേ ഞാൻ ഈ പറയുന്നത് ശരിയല്ല എന്നുണ്ടെങ്കിൽ അഭിലാഷ് ഇതിന് ശേഷം ഒന്ന് ഒഴിച്ചു നോക്കിക്കോ. ആരുടെ ഭരണകാലത്താണ്, ആര് ഭരിക്കുമ്പോഴാണ്? ഈ പറയുന്ന എല്ലാവരും ഭരിക്കുമ്പോൾ, ഞങ്ങൾ ഭരിക്കുമ്പോഴൊക്കെ സുതാര്യമായിരുന്നു എന്നൊക്കെ ഗോപൻ പറയുന്നുണ്ടല്ലോ. ഗോപന്റെ സർക്കാർ നിയോഗിച്ച ഈ പറയുന്ന വാസു ഇരുന്നപ്പോഴും പത്മകുമാർ ഇരുന്നപ്പോഴും ഒക്കെയുള്ള കാലഘട്ടത്തിൽ നടത്തിയ ഭരണത്തിന് കീഴിൽ നടന്ന അഴിമതികൾ എണ്ണിയാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആ ഓഡിറ്റ് റിപ്പോർട്ട് ഒന്ന് വായിക്ക്. എന്നിട്ടാണ് ഇവിടെ വന്നിട്ട് സർക്കാരിലേക്ക് ഒന്നും എടുക്കുന്നില്ല, സർക്കാർ അങ്ങോട്ട് കൊടുക്കുകയാണ്. സർക്കാർ അങ്ങോട്ട് കൊടുക്കുന്നതിന്റെ ചില്ലിക്കാശ് സർക്കാർ ദേവസ്വം ബോർഡിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എവിടെയാണ് കാണേണ്ടത് അഭിലാഷേ? എവിടെയാണ് കാണേണ്ടത്? ഓഡിറ്റ് റിപ്പോർട്ടിൽ കാണണമല്ലോ. ഇൻകം ഫ്രം സ്റ്റേറ്റ് ഗവൺമെന്റ് കാണണമല്ലോ. ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിച്ചാൽ എനിക്ക് ഓഡിറ്റ് റിപ്പോർട്ടിൽ ഇൻകം ഫ്രം സ്റ്റേറ്റ് ഓഫ് കേരള, അവിടെ ഇൻകം എന്ന് കാണിച്ചിട്ടത് മുഴുവൻ റെസിപ്റ്റ്, വഴിപാടിന്റെ റെസിപ്റ്റ് അല്ലെങ്കിൽ ഹുണ്ടികയിൽ നിന്നുള്ള വരുമാനം, ഇങ്ങനെയുള്ള വരുമാനങ്ങൾ ക്രമമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. 10 പൈസ സർക്കാരിൽ നിന്ന് ദേവസ്വം ബോർഡിൽ കിട്ടിയതിന്റെ ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കാമോ ഗോപൻ? സർക്കാരും മന്ത്രിയൊക്കെ, മുഖ്യമന്ത്രി അടക്കം, ഞാൻ അഭിലാഷിന് മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവന, ദേശാഭിമാനിയിൽ വന്ന പ്രസ്താവന അങ്ങനെ നിന്നിട്ട് വന്നിട്ടുണ്ട്. അതാ ദേവസ്വം ബോർഡിന് ഞങ്ങൾ 145 കോടി കൊടുത്തു, 150 കോടി കൊടുത്തു എന്നൊക്കെ. കൊടുത്താൽ അതവിടെ കാണണ്ടേ അഭിലാഷേ? അത് കാണേണ്ടത് എവിടെയാണ്? കണക്കിലല്ലേ? ആ കണക്കിൽ കാണുന്നില്ല അഭിലാഷ്. അപ്പൊ ഇവര് പറയുന്നത് എന്താ? ശുദ്ധ പച്ച കള്ളമാണ്. ശരിയാണത്. ഇപ്പോ ബാലഗോപാലൻ 377 കോടി രൂപ നമ്മുടെ റോഡ് നവീകരണത്തിന് വേണ്ടി കൊടുത്തതായിട്ട് പറയുന്നുണ്ട്. ശബരിമലയിലേക്കുള്ള റോഡ്. ഇതൊക്കെ ശബരിമലയുടെ അക്കൗണ്ടിൽ എങ്ങനെ പെടുത്തുക അഭിലാഷേ? ശബരിമലയിലേക്ക് വേണ്ടിയിട്ടാണോ റോഡ് നന്നാക്കുന്നത്? ഈ റോഡ് നന്നാക്കി ശബരിമലയിലേക്ക് തീർത്ഥാടകരെത്തിയാൽ ആ തീർത്ഥാടകരിൽ നിന്ന് സർക്കാരിലേക്ക് കിട്ടുന്ന വരുമാനത്തെ കുറിച്ച് ഇവർ പറയാറുണ്ടോ? കോടിക്കണക്കിന് ഈ ശബരിമലയുടെ വികസനത്തിന്, ദേവസ്വം ബോർഡിന്റെ വികസനത്തിന് ഇവർ കൊടുത്തു എന്ന് പറയുന്ന പണത്തിന്റെ ഈ എത്ര ആയിരം ഇരട്ടിയാണ് സർക്കാരിലേക്ക് ഈ പിൽഗ്രിമേജ് വഴി കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് എപ്പോഴെങ്കിലും ഇവർ പറഞ്ഞിട്ടുണ്ടോ? വിശ്വാസികൾ ഇവർ തുടർച്ചയായി പറ്റിച്ചുകൊണ്ടിരിക്കുകയല്ലേ? നിരന്തരം ഇവര് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ? വസ്തുത എന്താണ്?
ഈ പിൽഗ്രിമേജ് കാലത്ത് 10,000 കോടിയോളം സർക്കാരിന്റെ ഖജനാവിലേക്ക് എത്തുന്നു എന്ന് 2006 ദേവസ്വം മന്ത്രിയായിരുന്ന ജി സുധാകരൻ ദേവസ്വം ബോർഡ് എംപ്ലോയീസിന്റെ മീറ്റിംഗിൽ പറഞ്ഞതിന്റെ വാർത്ത ഹിന്ദു പത്രത്തിൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. അന്ന് ദേവസ്വം മന്ത്രി പറഞ്ഞ വാർത്തയാണത്. അപ്പൊ ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് കൊടുക്കുകയാണ് എന്ന് പറയുക. ഇവിടെ CBI അന്വേഷണത്തെ കുറിച്ച് പറഞ്ഞു. CBI-യില് വിശ്വാസമില്ല. CBI-യിലെ വിശ്വാസം ഉണ്ടായ അല്ലെങ്കിൽ CBI അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പിണറായി വിജയന്റെ ഗവൺമെന്റ് CBI-ക്ക് കത്തെഴുതിയ ഒരു സംഭവമുണ്ട്. ചെന്നൈയില് മരിച്ച ഒരു CPM നേതാവിന്റെ അന്വേഷണം, നമ്മുടെ കേരളീയനായിട്ടുള്ള ഒരു CPM നേതാവിന്റെ മരണം അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് CBI-ക്ക് കത്തെഴുതിയ ഒരു പഴയ സംഭവമുണ്ട്. ഗോപൻ എടുത്ത് നോക്കിയാൽ മതി. CBI തങ്ങൾക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ വിശ്വാസമുണ്ട്, അല്ലാത്തപ്പോഴൊക്കെ CBI അല്ലാത്തപ്പോഴൊക്കെ വിശ്വാസമില്ല, കേന്ദ്ര ഏജൻസി വിശ്വാസമില്ല എന്നൊക്കെ പറയുന്നത് തികച്ചും രാഷ്ട്രീയമാണ്. ഞാൻ അതിനകത്തൊന്നും മറുപടി പറയാൻ പോകുന്നില്ല. കാരണം രാഷ്ട്രീയമായ ഒരു ആരോപണത്തിന്റെ വേദിയല്ല ഇത്. ഇത് ഭക്തജനങ്ങൾ വിശ്വാസപൂർവ്വം സമർപ്പിച്ച സ്വർണം അടക്കമുള്ള സമ്പത്ത് കൊള്ളയടിച്ചിരിക്കുന്നു CPM നേതൃത്വം. CPM-ന്റെ ആണ്. ഇപ്പൊ പ്രശാന്തിനെ കുറിച്ച് അതുകൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം അഭിലാഷേ. ഇപ്പൊ പ്രശാന്തിനെ നിശ്ചയിക്കുമോ ഇല്ലയോ? പ്രശാന്തിനെ നിശ്ചയിക്കാനാണ് സാധ്യത. എന്താ കാരണം എന്നറിയാം അഭിലാഷേ? ഞാനത് വളരെ കൃത്യമായിട്ട് പറയാം. പ്രശാന്ത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടാർഗറ്റാണ് CPM-നെ സംബന്ധിച്ച്. എന്താ കാരണം? പ്രശാന്ത് കോൺഗ്രസിൽ നിന്ന് വന്ന ആളാ. ഈ പുത്തനച്ചി പുറപ്പുറം തൂക്കും എന്ന് പറയാറില്ലേ? ഈ വാസു, അനന്തഗോപൻ, അതേ പത്മകുമാർ, ഇവരൊക്കെ മൂത്ത സഖാക്കന്മാരായിരുന്നു. അവരുടെ അടുത്ത് CITU-കാരുടെ ഈ യൂണിയൻകാരുടെ വേഷം കിട്ടുമെന്ന് അവിടെ ചെന്നാൽ ചെലവാവില്ല. പക്ഷേ പ്രശാന്തിന് താൻ വിനീത വിധേയനാണ് എന്ന് കാണിക്കണം. അതുകൊണ്ട് ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ പ്രശാന്ത് ഈ CITU-ന്റെ അടിമയായിരുന്നു അഭിലാഷേ. ഞാനിത് പറയുന്നത് എനിക്ക് ദേവസ്വം ബോർഡുമായിട്ട് അടുത്ത ബന്ധമുള്ളത് കൊണ്ടാണ്. ദേവസ്വം സംവിധാനങ്ങളെ ഞാൻ അടുത്ത് നിരീക്ഷിക്കുന്ന ഒരാളായതുകൊണ്ടാണ്. എന്റെ അടുത്ത് തൊട്ടടുത്ത് ദേവസ്വം ക്ഷേത്രമുള്ളത് കൊണ്ടാണ്. വളരെ കൃത്യമായിട്ട് എനിക്കാം CITU-ന്റെ ചട്ടുകമായിട്ട് പ്രവർത്തിക്കുകയാണ് പ്രശാന്ത്. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ കിട്ടണമെങ്കിൽ പ്രശാന്ത് തന്നെ വേണം. ബാക്കി സഖാക്കന്മാരാണെങ്കിൽ പോലും CITU-ന്റെ താളത്തിന് ചിലപ്പോൾ തുള്ളിന്ന് വരില്ല. കാരണം ഇവരെക്കാൾ വലിയ സഖാവാണ്. അനന്തഗോപന്റെ അടുത്ത് ഈ CITU-ന്റെ പൂങ്കളാഞ്ഞം നടപ്പാവില്ല. കാരണം അദ്ദേഹം മൂത്ത സഖാവാണ്. അപ്പൊ ഇത് പ്രശാന്താണ് കൂടുതൽ നല്ല ബെറ്റ്. അതാണ് പ്രശാന്തിനെ നിശ്ചയിക്കാനുള്ള കാരണം. ശരി, ഓക്കെ. ഇവിടെ ശ്രീ സന്ദീപ് വാര്യർ, ഒരുപാട് ക്രമക്കേടുകൾ അല്ലെങ്കിൽ നിയമവിധേയമല്ലാത്ത കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അത് പണ്ട് മുതലേ നടന്നിട്ടുണ്ട് എന്ന് പറയുന്നു. അതിനപ്പുറത്ത് ഇവിടെ വളരെ സ്പെസിഫിക് ആയി എങ്ങനെ ഈ സ്വർണ്ണക്കൊള്ള നടന്നു എന്നുള്ളതാണല്ലോ അറിയേണ്ടത്. അത് മുഖ്യമായി നടന്നിട്ടുള്ളത് 2019 മുതലുള്ള കാലഘട്ടത്തിലാണ്. ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ സ്പോൺസർമാരിൽ നിന്ന് സ്വർണം പൂശാൻ എന്ന പേരിൽ, വഴിപാട് എന്ന പേരിലൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ആൾ പണം വാങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം വരുന്നുണ്ട്. അതിലിപ്പോൾ ഒരു ഗോവർദ്ധന്റെ കാര്യം മാത്രമേ വെളിയിൽ വന്നിട്ടുള്ളൂ. മറ്റു സ്പോൺസർമാരുടെ കയ്യിൽ നിന്നും സമാനമായ വിധത്തിൽ പണം വാങ്ങിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് ലക്ഷങ്ങളിലല്ല കോടികളിൽ എത്തി നിൽക്കുന്ന ഒരു വലിയ കൊള്ളയാണ്, അമ്പല കൊള്ളയാണ്. അതിൽ ഈ പറഞ്ഞതുപോലെ കുറച്ച് ഗ്രാം സ്വർണം 1.5 കിലോ ഉണ്ടായിരുന്നത് 394 ഗ്രാം ആയത് എന്നുള്ളതിനപ്പുറത്തുള്ള മാനങ്ങളിലേക്ക് ഈ വിഷയം പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു സ്കോപ്പിലേക്ക് അന്വേഷണം പോകുന്നുണ്ടോ എന്ന് തോന്നുന്നുണ്ടോ? പക്ഷേ ആദ്യം ശ്രീ ഗോപൻ ഇതിൽ നോക്കൂ, ഈ വാദങ്ങൾ കൃത്യമായിട്ട് ഉന്നയിക്കാൻ സാധിക്കാതെ വരുമ്പോൾ ചില വിദണ്ഡവാദങ്ങളോട് ഉന്നയിച്ചു. അത് ഒരു പക്ഷേ ഈ ചർച്ചയെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. പക്ഷെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തിൽ മറുപടി പറയുന്നുണ്ട്. അദ്ദേഹം എൻ്റെ പഴയ രാഷ്ട്രീയ നിലപാടിനെ കുറിച്ച് ഒന്ന് സൂചിപ്പിച്ചു പോയി. ഞാൻ അദ്ദേഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ എൻ്റെ പഴയ രാഷ്ട്രീയ നിലപാട് വെച്ച് ഞാനിപ്പോൾ ചർച്ചയിൽ കോൺഗ്രസിൻ്റെ KPCC ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് വന്നൊരു അഭിപ്രായം പറയുന്ന സമയത്ത്, കോൺഗ്രസിൻ്റെ അഭിപ്രായം പറയുന്ന സമയത്ത്, ഞാൻ ഒരു വർഷം മുൻപ് മറ്റൊരു പാർട്ടിയിലായിരുന്നപ്പോഴത്തെ എൻ്റെ നിലപാട് വെച്ചിട്ടാണ് നിങ്ങൾ അളക്കുന്നതെങ്കിൽ വാസ്തവത്തിൽ നിങ്ങൾ സംശയിക്കുന്നത് നിങ്ങളുടെ കൂടെയുള്ള ചിലരുടെ ആത്മാർത്ഥതയെക്കുറിച്ചാണ്. നിങ്ങൾ സംശയത്തിൻ്റെ മുനയിൽ നിർത്തുന്ന ആരെയാണ്? മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് OK വാസുവിനെയാണ്. നിങ്ങൾ OK വാസുവിനെ സംശയിക്കുന്നുണ്ടോ? അയാളുടെ ആത്മാർത്ഥതയിൽ സംശയിക്കുന്നുണ്ടോ? അതോ നിങ്ങൾ RSS-ഉമായുള്ള ഡീലിന്റെ ഭാഗമായിട്ടാണോ വാസുവിനെ പിടിച്ച് മലബാർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആക്കിയിട്ടുള്ളത്? അപ്പോൾ ഇത്തരത്തിൽ അല്പത്തരം പറയരുത്. ചാനൽ ചർച്ചകൾ വന്നിരുന്നിട്ടുണ്ടല്ലോ. ഒരു വർഷം കഴിഞ്ഞു, ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമാണ്. ഇനിയും വീണ്ടും ഈ അല്പത്തരം ഇങ്ങനെ ആവർത്തിക്കും. നിങ്ങൾ ചർച്ചയ്ക്ക് വരുന്ന സമയത്ത് വാദത്തിന് മറ്റൊരു പോയിന്റും ഇല്ലെങ്കിൽ ഇതെടുത്ത് വീണ്ടും വീണ്ടും ഛർദ്ദിച്ച് വെക്കുന്നത് നിങ്ങളുടെയും മറ്റ് CPM നേതാക്കളുടെയും സ്ഥിരം പരിപാടി ആയതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്താ? അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ ഇതിനെയൊക്കെ തള്ളിക്കളയും, ഞങ്ങളുടെ കൈകൾ പരിശുദ്ധമാണെന്ന് ഞങ്ങൾക്ക് തെളിയിക്കണമല്ലോ എന്നാണ്. നിങ്ങൾ ആദ്യം ഇതൊന്നും സമ്മതിച്ചില്ലല്ലോ. ഇത്തരത്തിലൊരു മോഷണമേ നടന്നിട്ടില്ല എന്ന് പറഞ്ഞു. മോഷണം നടന്നു എന്ന് കണ്ടുപിടിച്ചത് എങ്ങനെയാണ്? ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടന്ന അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഈ മോഷണം നടന്നു എന്ന് കണ്ടുപിടിച്ചു. ഹൈക്കോടതിയുടെ പരാമർശം ആർക്കെതിരെ വന്നു? നിങ്ങളുടെ തന്നെ നേതാക്കന്മാർക്കെതിരെ വന്നു. അവർ കേവലം ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ മാത്രമാണോ?
അല്ല, അവർ നിങ്ങളുടെ നേതാക്കന്മാരാണ്. പത്മകുമാർ നിങ്ങളുടെ MLA ആയിരുന്നു, ഇപ്പോൾ പറയുന്ന പ്രശാന്ത് നിങ്ങളുടെ നേതാവാണ്, അതല്ലെങ്കിൽ അതിനു മുമ്പുള്ള വാസു നിങ്ങളുടെ നേതാവാണ്, CPM നേതാക്കന്മാരാണ്. ഈ ഡയറക്റ്റ് ഇതിന്റെ അലിഗേഷൻ വരുന്നത്, ഇതിന്റെ ആരോപണം വരുന്നത് CPM നേതാക്കളിലേക്കാണ്. അപ്പൊ നിങ്ങൾക്ക് CPM നേതാക്കളിലേക്ക് അന്വേഷണം എത്തരുന്നുണ്ട്. ഇപ്പൊ അദ്ദേഹം പറഞ്ഞൊരു വാദം എന്താ, പ്രശാന്തിനെ നീട്ടിക്കൊടുത്തില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് പ്രശാന്ത് കുറ്റവാളിയാണെന്ന് CPM കണ്ടെത്തി എന്നോ. എന്തൊരു വാദാണ്! പ്രശാന്തിന്റെ കാലാവധി കഴിഞ്ഞ് നിങ്ങൾക്ക് അയാളെ മാറ്റാൻ എന്താ കുഴപ്പമുള്ളത്? പ്രത്യേകിച്ച് ഹൈക്കോടതിയുടെ പരാമർശത്തിന് വിധേയനായിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക്, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക്, ഇത്ര ഗുരുതരമായിട്ടുള്ള ആക്ഷേപം നേരിട്ട കാലഘട്ടത്തിൽ അധികാരത്തിലിരുന്ന ദേവസ്വം പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ കടപ്പാടും നിങ്ങളുടെ ബാധ്യതയും അത് കേരളത്തിലെ രാജ്യത്തെയും കോടിക്കണക്ക് വരുന്ന അയ്യപ്പ ഭക്തരോടാണോ അതോ പ്രശാന്തിനോടാണോ നിങ്ങൾക്ക് കടപ്പാടുള്ളത്? കോൺഗ്രസിന് കടന്നു വന്ന പ്രശാന്തിനോടാണോ നിങ്ങൾക്ക് കടപ്പാടുള്ളത്, അതോ നിങ്ങളുടെ കടപ്പാട് രാജ്യത്തെ അയ്യപ്പ ഭക്തരോടാണോ? ഈ ശബരിമലയിലെ സ്വർണ്ണപ്പാളി മോഷണത്തിൽ മനം നൊന്തിരിക്കുന്ന വിശ്വാസികളോടാണോ നിങ്ങൾക്ക് കടപ്പാടുള്ളത്? ഈ രാജ്യത്തെ നിയമത്തോടാണോ നിങ്ങൾ കടപ്പാടുള്ളത്? ഈ രാജ്യത്തെ കോടതികളോടാണോ നിങ്ങൾക്ക് ബഹുമാനമുള്ളത്? അപ്പൊ നിങ്ങൾക്ക് പ്രശാന്തിനെ സംരക്ഷിക്കുക എന്നുള്ളത് നിങ്ങളുടെ പാർട്ടിയെ സംരക്ഷിക്കുന്നതിന് തുല്യമാണ്. കാരണം പാർട്ടിയുടെ പങ്കാളിത്തം പ്രശാന്ത് പിടിക്കപ്പെട്ടാൽ പുറത്തു വരും. ഈ പ്രശാന്ത് എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഈ പ്രശാന്ത് എന്ന് പറയുന്നതും വാസു എന്ന് പറയുന്നതും അല്ലെങ്കിൽ പത്മകുമാർ എന്ന് പറയുന്നതൊക്കെ വാസ്തവത്തിൽ അത് ഒരു മണി ഹീസ്റ്റിലെ ടോക്കിയോയും നെയ്റോബിയും ഒക്കെയാണ്. വാസ്തവത്തിൽ യഥാർത്ഥ പ്രൊഫസർ ഇന്ന് നിയന്ത്രിക്കുന്ന മുഴുവൻ തിരുവനന്തപുരത്തെ AKG സെന്ററിലാണ്. അവിടെ ഇരുന്നിട്ടാണ് ഇത് മുഴുവൻ നിയന്ത്രിച്ചത്. തിരുവനന്തപുരത്തെ അധികാര സ്ഥാനങ്ങളിൽ ഇരുന്നിട്ടാണ് പ്രൊഫസർ ഈ മണി ഹീസ്റ്റ് മുഴുവൻ അല്ലെങ്കിൽ ശബരിമല ഹീസ്റ്റ് മുഴുവൻ നടന്നത് ശബരിമല ഹീസ്റ്റാണ്. അപ്പൊ യഥാർത്ഥത്തിൽ പ്രൊഫസറാണ് അറസ്റ്റിലാവേണ്ടത്. അന്വേഷണ സംഘം നെയ്റോബിയിലും ടോക്കിയോയിലും ഒക്കെ ഉടക്കി നിൽക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് അനുവദിക്കാൻ പോകുന്നില്ല. ഇവിടെ CBIയുടെ സത്യസന്ധതയെ സംബന്ധിച്ച് താങ്കൾ ചോദ്യം ഉയർത്തി. ശരിയാണ്, കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. കോൺഗ്രസ് ആണ് അക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള നിലപാട് ഉയർത്തുകയും കേന്ദ്ര സർക്കാരിനെതിരായി പ്രതിഷേധിക്കുകയും ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾക്ക് എപ്പോഴാണ് CBI പഥ്യമല്ലാതായി തീർന്നത്? മമതാ ബാനർജിക്കെതിരെ ബംഗാളിൽ ആരോപണം വരുമ്പോൾ നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്താണ്? CBI അന്വേഷണം വേണമെന്നല്ലേ? അന്ന് നിങ്ങൾക്ക് ഈ നിലപാടില്ലല്ലോ. ഞാൻ ഓരോ ഉദാഹരണം എടുത്തു തരണോ, വാർത്തകൾ എടുത്തു തരണോ? നിങ്ങൾ എത്രയോ തവണ CPMന്റെ ബംഗാൾ ഘടകം CBI കൂടെ ആവശ്യപ്പെട്ടത് ഞാൻ എടുത്തു തരണോ? അപ്പൊ നിലനിൽക്കാത്ത വാദങ്ങൾ പറയരുത്. ഇവിടെ കള്ളൻ തന്നെ ഈ കാര്യം അന്വേഷിക്കരുതെന്നാണ്. CPM ആണ് കള്ളന്മാർ. ശബരിമലയെ സ്വർണം മോഷ്ടിച്ചത് CPM ആണ്. ആ CPMന്റെ കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇത് അന്വേഷിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പ്രയാസങ്ങൾ ഉണ്ടാകും, അവർക്ക് പ്രഷർ ഉണ്ടാവും, അവരുടെ മേൽ പ്രഷർ ഉണ്ടാവുമെന്ന് സാമാന്യ യുക്തിയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നെങ്കിൽ പോലും CPM അതിൽ ഇടപെടാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു മെല്ലെപ്പോക്ക്. അതുകൊണ്ടാണ് വാസുവിനെ ചോദ്യം ചെയ്തതിന് ശേഷം വിട്ടയക്കുന്നത്. അതുകൊണ്ടാണ് പത്മകുമാറിനെയോ പ്രശാന്തിനെയോ അറസ്റ്റ് ചെയ്യാത്തത്. എന്തുകൊണ്ട് ഇവർ അറസ്റ്റ് ചെയ്യപ്പെടുന്നില്ല എന്ന് ന്യായമായും സംശയിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, വാസു അല്ലേ ഇത് ആദ്യം ചെമ്പുപാളി എന്ന് എഴുതിയത്? അന്ന് അയാൾ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥനല്ലേ? അതിനുശേഷം 8 മാസക്കാലം കഴിഞ്ഞപ്പോൾ അയാൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയില്ലേ? അപ്പൊ വാസു അറസ്റ്റ് ചെയ്യപ്പെടണ്ടേ? വീണ്ടും അത് ചെമ്പുപാളി എന്ന് എഴുതിയത് പത്മകുമാറല്ലേ? പത്മകുമാർ അറസ്റ്റ് ചെയ്യപ്പെടണ്ടേ? 2019 ഈ ക്രമക്കേട് മുഴുവൻ നടന്നറിഞ്ഞിട്ടും 2025 വീണ്ടും ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈകളിലേക്ക് എടുത്തു കൊടുക്കാൻ തീരുമാനിക്കുമ്പോൾ പ്രശാന്ത് അല്ലേ അധികാര സ്ഥാനത്തുള്ളത്? പ്രശാന്തിനെതിരല്ലേ ഹൈക്കോടതിയുടെ പരാമർശം ഉണ്ടായത്? ഇതൊക്കെ ഉണ്ടായിട്ട് നിങ്ങൾ എന്തിനാണ് അവരെ ന്യായീകരിക്കുന്നത്? നിങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു. നിങ്ങളിപ്പോ വാസ്തവത്തിൽ ഇവരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് CPM ഇതിൽ കൈ കഴുകാൻ ശ്രമിക്കുകയാണ്. കൃത്യമായിട്ടും ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ശബരിമലയിലെ സ്വർണം അടിച്ചു മാറ്റിയത് ശബരിമലയോട് ഒരു തരത്തിലും ശബരിമലയിലെ വിശ്വാസത്തോടോ അവിടുത്തെ അയ്യപ്പ വിശ്വാസത്തോടോ ഒരു പ്രതിപത്തിയുമില്ലാത്ത CPM നേതാക്കന്മാരാണ്. കാരണം നിങ്ങൾ എല്ലാ കാലത്തും ശബരിമലയെ തകർക്കാൻ ശ്രമിച്ചവരാണ്. കേരളം മുഴുവൻ കണ്ടിട്ടുള്ളതാണ്. അവിശ്വാസികളായിട്ടുള്ള യുവതികളെ ശബരിമലയിലേക്ക് കയറ്റിക്കൊണ്ടുപോയി, പോലീസ് സഹായത്തോടെ കയറ്റിക്കൊണ്ടുപോയി ആചാരലംഘനം നടത്തി അയ്യപ്പ ഭക്തരുടെ ഹൃദയം തകർത്തവരാണ് നിങ്ങൾ. നിങ്ങൾ ഇതല്ല, ഇതിൽ അപ്പുറം ചെയ്യും. അന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ല, പിണറായി വിജയൻ ആചാരലംഘനം നടന്നതിന്റെ പിറ്റേ ദിവസം പത്രസമ്മേളനം നടത്തി കേരളത്തിലെ അയ്യപ്പ ഭക്തരുടെ മുഖത്ത് നോക്കി ഇങ്ങനെ പുച്ഛത്തോടെ ചോദിച്ചത് ഞാൻ മറന്നിട്ടില്ല. അയ്യപ്പ ഭക്തരാരും മറന്നിട്ടില്ല. കഴിഞ്ഞല്ലോ, ആചാരലംഘനം നടന്നല്ലോ എന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിച്ചല്ലോ. രാമായണം സീരിയലില് രാക്ഷസന്മാര് പൊട്ടിച്ചിരിക്കുന്ന പോലെ പിണറായി വിജയൻ പൊട്ടിച്ചിരിച്ചത് കേരളത്തിലെ അയ്യപ്പ ഭക്തന്മാരും മറന്നിട്ടില്ല. അതുകൊണ്ട് ഈ CPMന്റെ പ്രതിനിധി മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഇതിലെ കാപട്യം, നിങ്ങളുടെ കള്ളത്തരം ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരും. നിങ്ങൾ ശബരിമലയോട് കാണിച്ചത് അങ്ങേയറ്റത്തെ ക്രൂരതയാണെന്ന് കേരളത്തിലെ ഭക്തജനങ്ങൾക്ക് ബോധ്യമുണ്ട്, അയ്യപ്പ ഭക്തർക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള പ്രതിഷേധ ഇക്കാര്യത്തിലുണ്ടാവും. ഈ പറയുന്ന പ്രശാന്തും വാസുവും പത്മകുമാറും ഒക്കെ ജയിലിൽ പോകുന്നതുവരെ അതിന് പുറകിൽ പ്രവർത്തിച്ച ആളുകൾ, AKG സെന്ററിൽ ഇരിക്കുന്നവർ, സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്നവരൊക്കെ ഇതിന് ഉത്തരം പറയേണ്ടി വരും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ശരി, അവിടെ ശ്രീ ഡോക്ടർ PK ഗോപൻ, ഇപ്പൊ മുരാരി ബാബുവോ സുധീഷ് കുമാറോ അറസ്റ്റിലായതുപോലെയല്ല, ദേവസ്വം ബോർഡിനെ നയിച്ച അതിലെ പൊളിറ്റിക്കൽ നോമിനീസായി വന്ന ആരെങ്കിലും അറസ്റ്റിലാവുകയാണെങ്കിൽ സ്വാഭാവികമായും ഇതിലെ രാഷ്ട്രീയ ആംഗിൾ, ശബരിമല ഭരിക്കാൻ നിയോഗിക്കപ്പെട്ട ആളുകൾ
അത് കട്ടുമുടിച്ചു എന്ന ആരോപണത്തിന് മറുപടി പറയേണ്ടി വരും. ഇപ്പോ സന്ദീപ് വാര്യരും ആർ വി ബാബുവും ഒക്കെ പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾ നിങ്ങളോട് ചോദിക്കുന്ന സാഹചര്യം വരും. അത് രാഷ്ട്രീയമായി കൂടി മറുപടി പറയേണ്ട വിഷയമായി മാറും. അത് ഭയക്കുന്നുണ്ടോ? SIT ഇനി കടന്നു കയറുക ദേവസ്വം ബോർഡ് ഭരിച്ച ആളുകളിലേക്കാണ് എങ്കിൽ അതിനെ എങ്ങനെ നേരിടും? ശ്രീ അഭിലാഷേ, ഇവരുദ്ദേശിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ പോകുന്നില്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ പറയാൻ കഴിയും. അവരെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെല്ലാം അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇവിടെ BJPയുടെ പ്രതിനിധി ചൂണ്ടിക്കാണിച്ചൊരു കാര്യം ഈ SITക്ക് സ്റ്റേറ്റിന് പുറത്ത് എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ്. ശ്രീ അഭിലാഷ, ഇത് കേരള ഹൈക്കോടതിയുടെ സ്പെഷ്യൽ ബെഞ്ചിൻ്റെ നേരിട്ടുള്ള നിരീക്ഷണമല്ലേ? ഈ പോയിന്റ് അവർക്ക് മനസ്സിലാകാത്തതാണോ? ഹൈദരാബാദ്, ബാംഗ്ലൂർ, തമിഴ്നാട് 3 സ്റ്റേറ്റുകളിലേക്ക് അന്വേഷണ ഏജൻസികൾ പോവുകയും അതിൻ്റെ തെളിവെടുത്ത് ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിൽ ഹാജരാക്കുകയും ചെയ്തപ്പോൾ അവർക്ക് ഇതിനപ്പുറത്തേക്ക് ഈ എൻക്വയറി മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകണം. അത് പോകേണ്ടി വരും. മിക്കവാറും അത് ശിവകുമാറിൽ ചെന്നെത്തും. ചിലപ്പോൾ കർണാടകത്തിലെ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള കോൺഗ്രസ് നേതാവായിട്ടുള്ള, കാരണം കേരളത്തിലല്ല ഇതിൻ്റെ കൂടുതലും കളി നടക്കുന്നത്. ഈ തമിഴ്നാട് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപയുടെ വരുമാനം ഉണ്ടാകുന്നത് മിക്കവാറും കേരളത്തിൽ നിന്നല്ല. കേരളത്തിൽ വളരെ കുറച്ചേ ഉള്ളൂ. ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള ഉഡായിപ്പ് പാർട്ടികളാണ്. പക്ഷേ സമ്പത്ത് വലുതായിട്ട് വരുന്നത് ഈ തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും ബിസിനസ് ലോബികളിൽ നിന്നാണ്. ആ ബിസിനസ് ലോബികൾ ആരോ ഇടയ്ക്ക് ചൂണ്ടിക്കാണിച്ചതുപോലെ അയ്യപ്പനെ ഒരു ഷെയർ ഹോൾഡറായിട്ട് അവർ കാണുന്നത്. അതായത് അവരുടെ വരുമാനത്തിൻ്റെ ഒരു പങ്ക് അയ്യപ്പ ക്ഷേത്രത്തിന് വേണ്ടി അവർ മാറ്റിവെക്കുകയാണ്. അത് ഒരു 4 പേരൊരു ബിസിനസ് നടത്തുന്നെങ്കിൽ 4 പേർക്കുള്ള ലാഭം 5ആയിട്ട് വീതിക്കും. 1 അയ്യപ്പന് മാറ്റിവെക്കും. അങ്ങനെയൊക്കെയുള്ള വലിയ ബിസിനസ് ലോബികൾ കർണാടകത്തിലൊക്കെ പ്രവർത്തിക്കുകയാണ്. അതിൻ്റെയൊക്കെ ആളുകൾ അവിടെ ഇടതുപക്ഷം വല്ലതും ആണോ? അപ്പോൾ അതൊക്കെ തെളിയിക്കണം. അതൊക്കെ തെളിയിക്കപ്പെടാൻ പോവുകയാണ്. അപ്പോൾ പുറത്തുള്ള അന്വേഷണം തൃപ്തികരമായിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് തോന്നിയില്ലെങ്കിൽ ഇവർക്ക് 2 പേർക്കും ഈ പൊള്ളൽ ഉണ്ടാവേണ്ട കാര്യമില്ല. അവർ ഹൈക്കോടതി തന്നെ പറയട്ടെ, അന്വേഷണ ഏജൻസി കുറച്ചുകൂടി വ്യക്തമാണ് ഏതാന്നുള്ളത്. പിന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ വരുമ്പോഴും പ്രിയങ്ക ഗാന്ധിക്കെതിരെ വരുമ്പോഴും മാത്രം ഒരു നിലപാടല്ല CPMനുള്ളത്. CPMന് CBIയെ കുറിച്ച് രാജ്യത്താകെ ഒരു നിലപാടാണ്, ED ഏജൻസിയെക്കുറിച്ച് ഒരു നിലപാടാണ്. രാഹുൽ ഗാന്ധി അനാവശ്യമായി ചോദ്യം ചെയ്യാൻ ശ്രമിച്ചുവെന്ന് CPM ആക്ഷേപം ഉയർത്തിയതാണ്. എന്നാൽ രാഹുൽ ഗാന്ധി ആ കേസിൽ പ്രതിയാണെന്ന് കൂടി ഇദ്ദേഹം ഓർക്കും നല്ലതാണ്. അതുകൊണ്ട് അന്വേഷണ ഏജൻസിയിൽ സംശയം വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇവരുദ്ദേശിക്കുന്നിടത്തേക്ക് കേസ് എത്തുന്നില്ല എന്നുള്ള ഇവരുടെ നിലവിളിയാണ് അതിനകത്തുള്ളത്. രണ്ടാമത് ശ്രീ ആർ വി ബാബു പറഞ്ഞത് ഈ സമ്പത്തിനെ കുറിച്ചാണ്. അദ്ദേഹത്തിന് 2021-22 ഓഡിറ്റ് റിപ്പോർട്ടിനകത്ത് സോഴ്സ് ഓഫ് ഇൻകം അത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കാണുന്നില്ല എന്നുള്ളതാണ്. സർ, 2018 കോവിഡ് വന്നത്. കോവിഡ് കാലത്ത് ഏത് ക്ഷേത്രമാണ് സർ കേരളത്തിൽ പ്രവർത്തിച്ചത്? ഏത് ജീവനക്കാരനാ സർ ശമ്പളം കിട്ടാതിരുന്നത്? ആരാ സർ ശമ്പളം കൊടുത്തത്? കേരള സർക്കാർ കോവിഡ് സമയത്ത് ജീവനക്കാർക്ക് ശമ്പളം കൊടുത്തോ ഇല്ലയോ എന്നുള്ളത് അങ്ങയുടെ പാർട്ടിയിൽപ്പെട്ട ധാരാളം ആളുകൾ ഈ ദേവസ്വം ബോർഡിൽ ജീവനക്കാരായി പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങ് തിരക്കണം, എന്നിട്ട് ആക്ഷേപം ഉന്നയിക്കണം. ഇനി റോഡിന് ചെലവാക്കുന്ന പൈസ 10,000 കോടി കേരളത്തിലേക്ക് വരുന്നു. ഈ ജനങ്ങളൊക്കെ കേരള ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ താമസിക്കുന്ന പൗരന്മാരല്ലേ സാർ? കേരളത്തിൽ താമസിക്കുന്ന പൗരരല്ലേ ഇവര്? അവര് എവിടെങ്കിലും ചെലവഴിക്കുന്ന പണമല്ലേ സംസ്ഥാന ഗവൺമെന്റ് ഖജനാവിലേക്ക് വരുന്നത്? അല്ലാതെ AK സെന്റർ പണം അടിച്ചിട്ടല്ലല്ലോ നാട്ടിൽ പണം ഇറക്കുന്നത്. അപ്പോൾ അതിനുള്ള അവകാശം നിങ്ങൾക്കാണോ ഉള്ളത്? ശബരിമലയിൽ റോഡുണ്ടാക്കി റോഡിലൂടെ വരുമാനം ഉണ്ടായാൽ അത് സംസ്ഥാന ഗവൺമെന്റ് അവകാശപ്പെട്ടതല്ലേ സാർ? നിങ്ങളിവിടെ റോഡുണ്ടാക്കിയിട്ട് ടോൾ പിരിക്കുന്നല്ലോ. സ്റ്റേറ്റ് ഗവൺമെന്റ് ഏതെങ്കിലും റോഡിൽ ടോൾ പിരിക്കുന്നുണ്ടോ? നിങ്ങൾ എത്ര കോടി രൂപ ചെലവാക്കിയാലും അത് മുതലാളിമാർക്ക് വിറ്റിട്ട് ടോൾ പിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഒരു ആക്ഷേപം അത് സംബന്ധിച്ച് ഉന്നയിക്കുന്നത്? അപ്പോൾ അതാണോ കാര്യം? അതല്ല. ഇനി ശബരിമലയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ആക്ഷേപം CPIMന്റെ പേരിൽ ഏതെങ്കിലും തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. കോൺഗ്രസ് നേതാവ് നിങ്ങളുടെ കാലത്തല്ലേ ഒരു അഴിമതി തെളിയിക്കപ്പെട്ടത്? അതാ ഞാൻ കൃത്യമായി, നിങ്ങൾ അതിൽ പിടിക്കുന്നില്ലല്ലോ. ശിവകുമാർ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോഴാണല്ലോ അദ്ദേഹത്തിന്റെ സഹോദരൻ പിടിക്കപ്പെടുന്നത്, ശിക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ ഞങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സാമ്പത്തികമായി അത്തരം കാര്യങ്ങൾ പ്രശ്നമുണ്ടോ? ഇനി പ്രശാന്തുമായി ബന്ധപ്പെട്ട് ഞാൻ ആദ്യം പറഞ്ഞു, 2 പോയിന്റ് ഞാൻ പറഞ്ഞു. അത് 1 മാത്രമേ നിങ്ങൾ എടുത്തുയർത്തിയുള്ളൂ. കാരണം അദ്ദേഹത്തിന് നിലനിർത്തി കൊടുത്താൽ, അതുപോലെ പുറത്താക്കപ്പെട്ടാൽ 2ന്റെയും പോയിന്റ് ഞാൻ പറഞ്ഞു എങ്ങനെയൊക്കെ സംശയിക്കപ്പെടുമെന്ന്. ഇനി അദ്ദേഹത്തെ ഉപയോഗിച്ചുകൊണ്ട് CITക്കാർ അല്ലെങ്കിൽ അങ്ങനെ മറ്റുള്ളവരുടെയൊക്കെ CITക്കാർ ഇതെല്ലാം അപ്പോൾ അനന്തഗോപനും പത്മകുമാറും ഇരിക്കുമ്പോൾ അവിടെ ട്രേഡ് യൂണിയനിസം അവിടെ ചെലവാകുന്നില്ല നിങ്ങൾ സമ്മതിച്ചല്ലോ, അത്രയെങ്കിലും സമ്മതിച്ചല്ലോ.
പ്രശാന്തിനെ ഉപയോഗിച്ചുകൊണ്ട് ട്രേഡ് യൂണിയനിസം നടപ്പിലാക്കണമെങ്കിൽ പ്രശാന്തിനെ മാറ്റി നിർത്തിയാൽ പോരായിരുന്നോ? മറ്റവരങ്ങ് തുടരാൻ തീരുമാനിച്ചാൽ പോരായിരുന്നോ? അതെന്തിനാ അങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കുന്നത്? പ്രശാന്തുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രശാന്ത് കോൺഗ്രസിൽ നിന്ന് വന്നതാണ്, അതുപോലെ വാസുമാഷ് കോൺഗ്രസിൽ നിന്ന് വന്നതാണ്. പക്ഷെ അവരെങ്ങോട്ടാ വന്നത്? അവർ വന്നത് ഇലക്ട്രൽ ബോണ്ട് വാങ്ങിക്കുന്ന പാർട്ടിയിലേക്കല്ല വന്നത്. മുകളിൽ നിന്ന് കോടാനുകോടി രൂപ കൊടുത്ത് താഴെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന രാഷ്ട്രീയ സംസ്കാരത്തിന്റെ ഭാഗമല്ല. അതെ, RSSൽ നിന്നും കോൺഗ്രസിൽ നിന്നും ആരാ RSS വന്നത്? RSS വന്നത് വാസുമാഷ്, പ്രശാന്ത് വന്നത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ആളാണ് അദ്ദേഹം. അങ്ങനെ പ്രശാന്ത് കോൺഗ്രസിൽ വന്നു, വാസുമാഷ് RSSൽ നിന്ന് വന്നു. അവർ വന്നത് എവിടേക്കാന്നാണ് ഞാൻ പറഞ്ഞത്. മുകളിൽ നിന്ന് പണം കൊടുത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതല്ല. കാരണം ഞങ്ങൾ മുകളിൽ നിന്ന് അങ്ങനെ അനധികൃതമായി പണം സമാഹരിക്കുന്നില്ല. ഞങ്ങൾക്ക് കേരളത്തിൽ എത്ര ലക്ഷം പാർട്ടി മെമ്പർമാരുണ്ടോ ആ പാർട്ടി മെമ്പർമാർ മുഴുവൻ എല്ലാ വർഷവും പിണറായി വിജയൻ തൊട്ട് താഴത്തെ പാർട്ടി മെമ്പർമാർ വരെ പാർട്ടിക്ക് ലെവി കൊടുക്കണം, പാർലമെന്റ് മെമ്പർ കൊടുക്കണം, പഞ്ചായത്ത് മെമ്പർ കൊടുക്കണം. ആ വരുമാനം ആ CPMന്റെ ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ പാർട്ടി പ്രവർത്തനത്തിന് ഇറങ്ങുന്നവരുടെ പോക്കറ്റിൽ നിന്ന് പാർട്ടിക്ക് പണം കൊടുത്താലേ ഇറങ്ങുള്ളവര്. ആ സംസ്കാരം വരെ പഠിപ്പിച്ചിരിക്കുകയാണ്, സന്നദ്ധ സേവനം വരെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് സാർ കേരളത്തിൽ ഒരു ദിവസം ഞങ്ങളുടെ ചെറുപ്പക്കാരിറങ്ങി 10 ലക്ഷം പൊതിയാ കൊടുക്കുന്നേ. RV ബാബുവിന്റെ വീട്ടിലും വരും പൊതിക്ക്, സന്ദീപിന്റെ വീട്ടിലും വരും പൊതിക്ക്. പക്ഷെ ആ പൊതി ലക്ഷക്കണക്കിന് രൂപ പിരിച്ച് സമാഹരിച്ചല്ല പൊതി ഉണ്ടാക്കി കൊടുക്കുന്നേ, വീടുകളിൽ നിന്ന് സമാഹരിച്ചാ കൊടുക്കുന്നേ. ഞങ്ങൾ ചൂരൽമലയിൽ നടത്തിയ അധ്വാനം നിങ്ങൾ കണ്ടല്ലോ. ഞങ്ങൾ ചൂരൽമലയിൽ ആക്രി വർക്ക് 20 കോടി രൂപ കൊടുത്ത് വീടുണ്ടാക്കിയത് നിങ്ങൾ കണ്ടല്ലോ. നേരെ മറിച്ച് യൂത്ത് കോൺഗ്രസിനെതിരായിട്ട് ആക്ഷേപം കിടക്കുക സാർ. കിടക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് CPIMനെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് പറയരുത്. CPIMനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ശരി, ഓക്കെ. ഇവിടെ ശ്രീ RV ബാബു തെറ്റായ ആക്ഷേപങ്ങളാണ് നിങ്ങൾ ഉന്നയിക്കുന്നത്. ശരി, ഈ അന്വേഷണം ശബരിമലയ്ക്ക് ശരി മനസ്സിലായി. അഭിലാഷ് ശരി മനസ്സിലായി, താങ്കൾ പറഞ്ഞ പോയിന്റ് മനസ്സിലായി. ശ്രീ RV ബാബു, ഈ അന്വേഷണത്തിന്റെ പുരോഗതി ഒന്ന് നമ്മൾ വിലയിരുത്തിയാൽ അന്വേഷണം എവിടെയും സ്റ്റക്കായി പോയിട്ടില്ല. ഒന്ന്, എങ്ങനെ അവിടെ നിന്ന് സ്വർണം എടുത്തു, അത് എത്രയായിരുന്നു, എവിടേക്ക് കൊണ്ടുപോയി, എങ്ങനെ ഉരുക്കി, എന്നിട്ട് അത് എന്ത് ചെയ്തു, തൊണ്ടിയടക്കം പിടിച്ചെടുത്തു, എവിടെ നിന്ന് ആർക്ക് വിറ്റു, എങ്ങനെ വിറ്റു, അതിന് എത്ര പണം ഉണ്ടാക്കി, ഇതിന്റെ മുഴുവൻ കഥകളും അല്ലെങ്കിൽ ഇതിന്റെ സ്റ്റോറി ലൈൻ കംപ്ലീറ്റ് ആയി അന്വേഷണ സംഘം അഴിച്ചെടുത്തിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത് എന്ന് അവർ ഇതിനോടകം കണ്ടെത്തിയിട്ടുണ്ട്. ഇനി അടുത്ത ആഴ്ചകളിൽ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ ഇനി ഒരുപക്ഷെ കൂടുതലായി കണ്ടെത്താവുന്നത് ആരുടെയെങ്കിലുമൊക്കെ, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആരുടെയെങ്കിലുമൊക്കെ സഹായം ഉണ്ടായിട്ടുണ്ടോ, അവരുടെ ആശീർവാദം ഉണ്ടായിട്ടുണ്ടോ, അവർക്കെന്തെങ്കിലും സാമ്പത്തിക നേട്ടം അതുവഴി ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ്. അതല്ലാതെ ഈ അന്വേഷണം എവിടെയെങ്കിലും നിന്നു പോവുകയോ സങ്കീർണത ഉണ്ടാവുകയോ കുരുക്കഴിക്കാനാവാത്ത അവസ്ഥ വരികയോ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം കൂടി ഇതിനകത്ത് കാണണ്ടേ? തീർച്ചയായും അന്വേഷണം നല്ല രീതിയിൽ പോകുന്നു, നല്ല കാര്യം. നമ്മൾ പറയുന്നത് അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം ചെറിയ മീനുകളെയാണ് ഇപ്പോൾ SIT ചോദ്യം ചെയ്യുന്നതും ആ ചെറിയ മീനുകളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് SITയുടെ അന്വേഷണം പുരോഗമിക്കുന്നതും. വലിയ മീനുകൾ അവിടെ ഉണ്ട്. ആ വലിയ മീനുകളെ പിടിക്കുമ്പോഴാണ് നമുക്ക് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരിലുള്ള വിശ്വാസം വർദ്ധിക്കുക. നാളിതുവരെ വലിയ മീനുകൾ വലയിലായിട്ടില്ല എന്നുള്ളതാണ് നമ്മളെ ആശങ്കപ്പെടുത്തുന്നത്. അന്വേഷണം തുടങ്ങിയിട്ട് ഇപ്പോൾ 10 ദിവസത്തിലേറെയായി അല്ലേ? SIT രൂപീകരിച്ച അന്വേഷണം തുടങ്ങിയിട്ട് 15 ദിവസത്തോളമായി. അപ്പോൾ എനിക്ക് തോന്നുന്നു 15 ദിവസത്തിൽ ഏറെയായി, ഞാൻ കൃത്യമായിട്ട് ആ ഡേറ്റ് ഓർക്കുന്നില്ല. അപ്പോൾ വലിയ മീനുകളെ കുറിച്ച് കൃത്യമായിട്ട് കോടതി അടക്കം പറഞ്ഞിട്ടുള്ള കൂടുതലായി കൃത്യമായിട്ട് വിജിലൻസ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് വലിയ മീനുകളെ സംബന്ധിച്ച്. അപ്പോൾ അതിലേക്ക് അന്വേഷണം എത്തി. ചോദ്യം ഇപ്പോൾ വാസുവിനെ ചോദ്യം ചെയ്തു വിട്ടിരിക്കുന്നു. ഇനി അറസ്റ്റ് ചെയ്യുമോ നമുക്ക് കണ്ടറിയണം. നമ്മൾ നമുക്ക് വരാനിരിക്കുന്നത് മനസ്സിലാവുന്നത് നടക്കുമ്പോൾ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റൂ. നടക്കും എന്നുള്ള വിശ്വാസമാണ് നമുക്കുള്ളത്. നടക്കട്ടെ. അപ്പോൾ നമുക്ക് SIT അഭിനന്ദിക്കാം, തെറ്റൊന്നുമില്ല. കോടതിയുടെ ആ വിശ്വാസത്തോടെ നീതി പുലർത്തിക്കൊണ്ട് SITയും അതോടൊപ്പം നിൽക്കുന്നു എന്ന് കരുതാം. പക്ഷേ ഇതുവരെ നമുക്ക് ആ വലിയ മീനുകളെ വലയിലാക്കുന്ന തരത്തിലുള്ള ഒരു മൂവ്മെന്റ്, ദ്രുതഗതിയിലുള്ള മൂവ്മെന്റ് SITയിൽ ഉണ്ടായിട്ടില്ല. ഇനി ഒരു കാര്യം കൂടി അഭിലാഷ്, ഇവിടെ നേരത്തെ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞത് എന്താണ്? ഞാൻ പറഞ്ഞത് സർക്കാർ കൊടുക്കുന്ന പണം, ആ പണം എത്രയായത്, കോവിഡ് കാലത്ത് കൊടുത്തതായാലും അല്ലാത്ത കാലത്ത് കൊടുത്തതായാലും കിട്ടിയെന്ന് രേഖപ്പെടുത്തേണ്ടത് ഓഡിറ്റ് റിപ്പോർട്ടിലാണ്. ഇവിടെ നേരത്തെ പറഞ്ഞ ഓഡിറ്റ് കോവിഡ് കാലത്ത് കൊടുത്തു എന്ന് പറയുന്നതിന്റെ പണം 2020-21 അതാണല്ലോ കോവിഡ് കാലം. 2019, 20, 21 അതിന്റെ ഓഡിറ്റ് റിപ്പോർട്ടാണ് എൻ്റെ കയ്യിലുള്ളത്. ആ ഓഡിറ്റ് റിപ്പോർട്ടിൽ ജനറൽ റിവ്യൂ, ദ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ഓഫ് ട്രാവൻകൂർ ദേവസ്വം ബോർഡ് ഈസ് ദ റവന്യൂ കളക്ടഡ് ഫ്രം ദ ഡിവോട്ടീസ് ഇൻ ദ ഫോം ഓഫ് വഴിപാട്, കാണിക്ക, ഓപ്ഷൻ ഓഫ് കുത്തക ഐറ്റംസ്, വാല്യൂ ഓഫ് പ്രസാദംസ് ആൻഡ് ഇൻകം ഫ്രം ദ ദേവസ്വം പ്രോപ്പർട്ടീസ്. The receipts and the payments account of TDB, അതായത് ട്രാവൻകൂർ ദേവസ്വം ബോർഡ് for the period from
1/4/2020 to 31/3/2021 is enclosed here with this appendix 1. During 2021, Travancore Devasamam Board has a revenue collection of 387,97,13,1750 against 735,52,16,326 735 കോടി. അത് അതിനു മുമ്പത്തെ വർഷത്തെയാണ്. ഇവിടെ എവിടെയും സർക്കാരിന്റെ കയ്യിൽ നിന്നും 10 രൂപ കിട്ടിയതായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല ഗോപ. സർക്കാരിന്റെ കയ്യിൽ നിന്ന് 10 രൂപ കിട്ടിയതായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. ഞാൻ പറയുന്നത് ഇത് കാണേണ്ടത് കണക്കിലാണ്, കണക്കിലില്ല. അപ്പൊ സർക്കാരിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് നിങ്ങൾ പുട്ടടിച്ചോ എന്നാണോ പറയേണ്ടത്? അങ്ങനെയാണോ? അങ്ങനെയല്ലല്ലോ. അപ്പൊ കൊടുത്തു എന്ന് പറയുന്നത് കള്ളമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞത്, സർക്കാർ ഇത്തരത്തിൽ വികസനത്തിന് പണം മുടക്കുന്നു എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പിൽഗ്രിമേജ് ഈ കർണാടകയിൽ നിന്ന് വരുന്നവരും തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവരും അവര് ഇവിടെ അടിക്കുന്ന ഓരോ ലിറ്റർ പെട്രോൾ അല്ലെങ്കിൽ കുടിക്കുന്ന ഒരു ഗ്ലാസ് ചായ അല്ലെങ്കിൽ ഒരു സർബത്ത് അതിന്റെയൊക്കെ ടാക്സ് ഈ സർക്കാരിന്റെ ഖജനാവിലേക്കല്ല വരുന്നത്. അതുകൊണ്ടല്ലേ ഇപ്പോ കുംഭമേള നടന്നപ്പോൾ കുംഭമേളയിലൂടെ 6 ലക്ഷം കോടിയോ 2 ലക്ഷം കോടിയോ ഒക്കെ ഉത്തർപ്രദേശ് സർക്കാരിന് കിട്ടിയെന്നൊക്കെ നമ്മൾ പറയുന്നത് എന്താ? അവിടേക്ക് കോടിക്കണക്കിന് ആൾക്കാർ വരുന്നു. അങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ പിൽഗ്രിമേജിനെ പ്രോത്സാഹിപ്പിക്കുന്നത്. സർക്കാരും ഏത് സർക്കാരും ടൂറിസത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നത്, പിൽഗ്രിമേജിനെ പ്രോത്സാഹിപ്പിക്കുന്നത് സർക്കാരിലേക്ക് വരുമാനം കിട്ടും. അത് തന്നെയാണ് പിണറായി സർക്കാർ ഇവിടെ ചെയ്യുന്നുണ്ടെങ്കിൽ സർക്കാരിന്റെ ഖജനാവിലേക്ക് പണം കിട്ടണം. അതിനുവേണ്ടിയാണ് ഈ പറയുന്ന ശബരിമല വികസനം എന്നൊക്കെ പറയുന്നത്. ശബരിമലയിലേക്ക് കൂടുതൽ അയ്യപ്പന്മാരെത്തണം, അതുവഴി സർക്കാരിന്റെ ഖജനാവിലേക്ക് പണം കിട്ടും. ഇതാണ് ലക്ഷ്യം. മീനിനിട്ട് വാളയിട്ട് മണങ്ങിനിട്ട് വാളെ പിടിക്കാന്ന് പറയില്ലേ, ചെറിയ മീനിനിട്ട് വലിയ മീനിനെ പിടിക്കുക. ഇത് തന്നെയാണ് നയം. അല്ലാതെ ശബരിമലയോടുള്ള സ്നേഹം കൊണ്ടാണോ? ഈ സർക്കാരിന്റെ കാലത്താണ് ശബരിമലയിൽ വൻ കൊള്ള നടന്നത്. ഈ കഴിഞ്ഞ 3 മാസം മുമ്പല്ലേ കേരള ഹൈക്കോടതി 40 ലക്ഷം രൂപയുടെ അഴിമതി ഈ പറയുന്ന തിലക്കൽ പെട്രോൾ പമ്പുമായിട്ട് നടന്നു എന്ന് പറഞ്ഞ് ഉത്തരവിട്ടത്. ഹൈക്കോടതി പറഞ്ഞില്ലേ ദേവസ്വം ബോർഡിന്റെ സർവ്വ കണക്കുകളും ഡീറ്റെയിൽസ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ? എന്താ കാരണം? ദേവസ്വം ബോർഡിന്റെ അടിമുടി ഡിസ്ക്ലൈസ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇതെല്ലാം നമ്മുടെ മുമ്പിൽ ഉള്ളപ്പോഴ് നമ്മുടെ മുമ്പ് ഇതെല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. എന്നിട്ട് ഇവിടെ ഗോപൻ വന്ന് എന്തൊക്കെയാ പറയുന്നത്? രാഷ്ട്രീയ ആരോപണങ്ങൾക്കൊന്നും ഞാൻ മറുപടി പറയുന്നത് ചുരുക്കണം. അതുകൊണ്ട് സന്ദീപ് വാര്യർ 6 ആഴ്ചത്തെ സമയമേ SITക്ക് കൊടുത്തിട്ടുള്ളൂ കോടതി. അത് തീരാൻ പോവുകയുമാണ്. അപ്പോൾ അത് കഴിയുക, എന്ത് റിപ്പോർട്ട് SIT നൽകുന്നു എന്ന് വെയിറ്റ് ചെയ്യുക എന്നുള്ളത് അല്ലേ ഇപ്പോൾ രാഷ്ട്രീയ സമൂഹത്തിന് ചെയ്യാൻ കഴിയുന്ന കാര്യം. അവരെന്ത് കണ്ടുപിടിച്ചു എന്ന് അറിയുന്നതിന് മുമ്പേ ഇക്കാര്യത്തിൽ അവരുടെ അന്വേഷണം പോരാ എന്ന് വിധിക്കാനാവില്ലല്ലോ. അഭിലാഷ, ഇതിപ്പം ചോറ് വെന്തോ എന്നറിയാൻ വേണ്ടി ഒരു വറ്റെടുത്ത് നോക്കിയാൽ മതിയല്ലോ. ഇപ്പൊ നടക്കുന്നതാണ്. കാരണം ഇതിന്റെ അന്വേഷണം 6 ആഴ്ച അങ്ങ് സൂചിപ്പിച്ചതുപോലെ അതിന്റെ ആയുസ് തീരാൻ പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന്റെ അന്വേഷണം എങ്ങോട്ടും പോകുന്നില്ല എന്നുള്ളതും രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക്, പ്രത്യേകിച്ച് ദേവസ്വം ബോർഡിന് നേതൃത്വം കൊടുത്തിട്ടുള്ള പ്രസിഡന്റുമാരിലേക്ക് അന്വേഷണം എത്തുന്നില്ല എന്നുള്ളതും അവരുടെ അറസ്റ്റ് നടക്കുന്നില്ല എന്നുള്ളതും ഒക്കെ തീർച്ചയായിട്ടും നമ്മളെ മനസ്സിലാക്കി തരുന്നത് ഈ അന്വേഷണം മുരാരി ബാബുവിലും ഉണ്ണീഷ് പോറ്റിയിലും ഒക്കെ അവസാനിപ്പിക്കാനുള്ള പരിശ്രമം നടക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ സംശയമുള്ളത്. തീർച്ചയായിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മേൽ CPMന്റെ ഇടതുപക്ഷ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കനത്ത സമ്മർദ്ദമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് ഈ തീർച്ചയായിട്ടും ഭക്തരെ വികാരം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ആക്ഷേപം ഉന്നയിക്കേണ്ടി വരുന്നത്. ഇവിടെ CPMന്റെ പ്രതിനിധി ചക്ക എന്ന് പറയുമ്പോൾ ചുക്ക് എന്ന് പറയുന്ന മറുപടി പറയാണ്. നിങ്ങൾ പൊതിച്ചോറ് കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ പാട്ടപ്പിരിവ് നടത്തിയോ എന്നുള്ളതൊന്നും ഈ ശബരിമലയിലെ സ്വർണ്ണപ്പാളി മോഷണം ന്യായീകരിക്കാനുള്ള ക്യാപ്സ്യൂളാണോ? അതെങ്ങനെയാണ് ആവുന്നത്? ശബരിമലയിലെ സ്വർണ്ണപ്പാളി മോഷണം ന്യായീകരിക്കാനുള്ള ക്യാപ്സ്യൂളായി നിങ്ങൾക്ക് എങ്ങനെയാണ് പൊതിച്ചോറ് മാറുന്നത്? നിങ്ങൾ പൊതിച്ചോറ് കൊടുത്താലും ഇല്ലെങ്കിലും, അല്ലെങ്കിൽ പാട്ടപ്പിരിവ് നടത്തിയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും, നിങ്ങൾ ലെവി പിരിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും, അതൊക്കെ നിങ്ങളുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്ന പല വിധത്തിലുള്ള സാമൂഹിക പരിപാടികളാണ്. അത് ചെയ്യാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. എന്ന് കരുതിയിട്ട് ശബരിമലയിലെ സ്വർണ്ണപ്പാളി മോഷ്ടിച്ചു കൊണ്ടുപോകാൻ നിങ്ങൾക്ക് ആരാണ് അനുവാദം തന്നത്? ഇവിടെ ഭക്തരുടെ വികാരം, ഭക്തരുടെ വിശ്വാസം, ആ വിശ്വാസത്തെ നിങ്ങൾ അവിടെ തകർത്തിരിക്കുന്നു. അതാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്. അപ്പം യഥാർത്ഥ പ്രശ്നത്തെ വഴിതിരിച്ചു വിടാൻ വേണ്ടി ഞങ്ങൾ പൊതിച്ചോറ് കൊടുക്കുന്നുണ്ടെന്നത് ന്യായീകരണമല്ല. നിങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നേ ഇല്ല. CPMനെ ഞങ്ങൾ എങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്? നിങ്ങളെപ്പോലെ മുടിഞ്ഞ കള്ളന്മാർ ലോകത്ത് വേറെ ഉണ്ടോ? നിങ്ങൾ ഒരു വശത്ത് നന്മമരം കളിക്കുകയും പൊതിച്ചോറ് കൊടുക്കുകയും മറുവശത്ത് ക്ഷേത്ര മുതൽ അമ്പലക്കള്ളന്മാരായിട്ട് നടക്കുകയും ചെയ്യുന്നു. ഇത് നിങ്ങൾ ഈ സ്ഥിരം മോഷ്ടാക്കളുടെ ശൈലിയാണത്. ഒരു വശത്ത് വലിയ തോതിൽ മോഷണവും അഴിമതിയും കൊള്ളയും നടത്തുന്നവർ മറുവശത്ത് നന്മമരം കളിക്കും. എന്നിട്ട് ആ നന്മ, ഞങ്ങൾ ചെയ്യുന്ന നന്മയെ ഇങ്ങനെ പുറത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും. ഇതാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു കൈ ചെയ്യുന്നത് മറു കൈ അറിയരുതെന്നാണ് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത്. പക്ഷേ CPM എല്ലാ ചർച്ചയിലും ഞങ്ങൾ പൊതിച്ചോറ് കൊടുക്കുന്നു എന്ന് പറഞ്ഞ് ആ പൊതിച്ചോറ് വാങ്ങി കഴിക്കുന്നവരെ പോലും അപമാനിക്കുകയല്ലേ ചെയ്യുന്നത്.
നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കും, നല്ല കാര്യം. അതെന്തിനാണ് ഇങ്ങനെ എല്ലാ ചർച്ചയിലും വന്ന് ചെണ്ട കൊട്ടുന്നത്, അത് പ്രചരിപ്പിക്കുന്നത്? അപ്പൊ അതിന് പുറകിലുള്ളത് നിങ്ങൾ ചെയ്യുന്ന ഈ സ്വർണ്ണപ്പാളി കൊള്ളയ പോലെയുള്ള അഴിമതികളും കൊള്ളയും ഇത്തരം തെമ്മാടിത്തരങ്ങളും ഒക്കെ മൂടി വെക്കാനുള്ള ഉപാധിയായിട്ട് ഇത്തരം സേവന പ്രവർത്തനങ്ങൾ നിങ്ങൾ മാറ്റുന്നു. അതാണല്ലോ ഇപ്പൊ കാണുന്നത്. സ്വർണ്ണപ്പാളി കവർച്ചയിൽ വന്ന് പൊതിച്ചോറ് കൊടുക്കേണ്ട കാര്യം പറഞ്ഞ വല്ല കാര്യമുണ്ടോ? വല്ല കാര്യമുണ്ടോ? വല്ല കാര്യമുണ്ടോ? അപ്പൊ സ്ഥിരം കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും മോഡസ് ഓപ്പറാണ്ടിയാണ്. സ്ഥിരം വലിയ കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും മോഡസ് ഓപ്പറാണ്ടിയാണ് ഇത്. ഒരു വശത്ത് കൂടി കളവ് നടത്തുക, മോഷണം നടത്തുക, മറുവശത്ത് സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ കളവിനെ ന്യായീകരിക്കുക. ഇതാണ് ചെയ്തിട്ടുള്ളത്. ശരി അല്ല, അതിൽ ശ്രീ ആർ വി ബാബു പറഞ്ഞ കാര്യത്തിൽ അദ്ദേഹം വളരെ കൃത്യമായി ഇവിടെ പറഞ്ഞു. യു.പിയിൽ 6 ലക്ഷം കോടി രൂപ തീർത്ഥാടനം നടത്തി അവിടുത്തെ ഗവൺമെൻറ്റിന് വരുമാനം ഉണ്ടാക്കി. ഇത് ഭക്തരെ പ്രോത്സാഹിപ്പിക്കാനല്ല. കേരളത്തിൽ ശബരിമലയിലേക്ക് പണം ഡംപ് ചെയ്ത് റോഡ് വികസിപ്പിക്കുന്നതും വികസനം നടത്തുന്നതും ഭക്തരെ പ്രോത്സാഹിപ്പിക്കാനല്ല, സർക്കാരിൻ്റെ ഖജനാവിലേക്ക് പണം കൂട്ടാനാണ്. അതിന് ഉദാഹരണമായിട്ട് അദ്ദേഹം പറഞ്ഞത് യു.പിയിലെ കാര്യമാണ്. അപ്പോൾ ബി.ജെ.പിയുടെ കള്ളി വെളിച്ചത്തായല്ലോ, ഭക്തർക്ക് വേണ്ടിയല്ലെന്നും കോടിക്കണക്കിന് രൂപ ഞങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാനുമാണ് രാജ്യമാകെ ഇത്തരം ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങൾക്കും ഒക്കെ മുൻതൂക്കം കൊടുക്കുന്നതെന്നും അദ്ദേഹം തുറന്ന് സമ്മതിച്ചതിന് അദ്ദേഹത്തോട് പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുന്നു. രണ്ടാമതായിട്ട് നമ്മുടെ സന്ദീപ് വാര്യർ ഈ അവസാനമൊക്കെ ചർച്ചയുടെ അവസാനം കൊണ്ടുവന്ന് തെമ്മാടിത്തരം ഒന്ന് വാക്കുപയോഗിക്കുക, ആക്ഷേപിച്ച് സംസാരിക്കുക. ചരിത്രത്തിൽ ഇന്നേ വരെ CPM-ന്റെ പേരിൽ ഒരു അഴിമതി തെളിയിക്കാതെ എക്സാലോജിക്ക്, ഈന്തപ്പഴത്തിൽ സ്വർണം, മറ്റേത് മറിച്ചേത്, ലാവലിനെ, കമല ഇന്റർനാഷണൽ, ഇതെല്ലാം പറഞ്ഞ് കുഴഞ്ഞ് സുപ്രീം കോടതി എടുത്ത് ദൂരെ കളഞ്ഞ കേസുമായിട്ട് എന്റെ സന്ദീപ് വാര്യരെ നിങ്ങളുടെ പാർട്ടി നേതാവ് ഞാൻ പൊതിച്ചോറിന്റെ കാര്യം പണം മറന്നോ? ദേശാഭിമാനി വാങ്ങിയ പണം മറന്നോ? സാന്റിയാഗോ മാർട്ടിൻ മറന്നോ? മണിച്ചന്റെ ഡയറി മറന്നോ? മണിച്ചന്റെ ഡയറി മറന്നോ? CPM നേതാക്കന്മാരുടെ അഴിമതി ആയിക്കോട്ടെ. വളരെ നന്ദി 3 പേർക്കും. എന്തായാലും അടുത്ത സ്റ്റെപ്പ് എന്ത് എന്നുള്ളത് SITയുടെ ഭാഗത്തു നിന്നാണ് നമ്മൾ അറിയേണ്ടത്. 3 പേർക്കും നന്ദി. സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു. നമസ്കാരം.